നമസ്കാരം. മലയാളത്തിലെ ന്യൂജൻ സിനിമകളിൽ വളരെ പ്രസിദ്ധമായ അമൽ നീരദിൻ്റെ ഇയ്യോബിൻ്റെ പുസ്തകം എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ചെറു പഠനമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സിനിമയെ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? ജനപ്രിയ മാധ്യമമെന്ന നിലയിൽ സിനിമ നമുക്ക് ഏവർക്കും പ്രിയങ്കരമായിട്ടുള്ളതാണ്. പാരീസിലെ ഗ്രാൻഡ് കഫേയിൽ ലൂമിയർ സഹോദരന്മാരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന സിനിമയുടെ ആരംഭം പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കടന്നു വന്നു. ഇന്ത്യയിൽ ദാദാ സാഹിബിലൂടെ സിനിമാ വ്യവസായം തുടങ്ങുകയും തുടർന്ന് കേരളത്തിലും ഒട്ടേറെ പ്രശസ്തരായിട്ടുള്ള സംവിധായകർ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തു. 1950കളുടെ അവസാനത്തോടെയാണ് ചലച്ചിത്രകലയുടെ ഈറ്റില്ലമായ ഫ്രാൻസിൽ നവതരംഗ സിനിമ ആരംഭിക്കുന്നത്. സാമ്പ്രദായിക സിനിമാ സങ്കല്പങ്ങളോടുള്ള ഒരു കലാപമെന്ന് വേണം അതിനെ കാണാൻ. ചെറിയ ബഡ്ജറ്റ്, താരപ്പൊലിമയില്ലാത്ത അഭിനേതാക്കൾ, ചെറിയ ക്യാമറ യൂണിറ്റ്, റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രമേയം, കൃത്യതയാർന്ന പ്രചരണം, ഇതൊക്കെയാണ് നവതരംഗ സിനിമയുടെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. 50കളുടെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ പതേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ഒരു മാറ്റം നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു സമയത്ത് തന്നെ മലയാളത്തിൽ ന്യൂസ് പേപ്പർ ബോയ് എന്ന ഒരു റിയലിസ്റ്റിക് സിനിമയും വരികയുണ്ടായി. അപ്പോൾ സത്യജിത്ത് റേ, അദ്ദേഹത്തെ തുടർന്നുള്ള മറ്റ് പ്രസിദ്ധരായിട്ടുള്ള ഇന്ത്യൻ സംവിധായകർ, അതുപോലെ മലയാളത്തിലേക്ക് വരുമ്പോൾ അടൂർ അരവിന്ദൻ പോലുള്ള സംവിധായകരൊക്കെയും ഈ ഒരു നവതരംഗ സിനിമയുടെ ആ ഒരു തുടക്കത്തെ കൊണ്ടുവരികയായിരുന്നു നമ്മുടെ ഈ ഒരു രാജ്യത്തും കേരളത്തിലുമൊക്കെ. 70കളോടെ മലയാളത്തിൽ സാമ്പ്രദായിക സിനിമകളുടെ ഇടയിലേക്ക് നല്ല സിനിമകൾ കടന്നു വന്നു. MTയുടെ നിർമാല്യവും അരവിന്ദൻ്റെ ഉത്തരായനം പോലുള്ള സിനിമകളൊക്കെ ഉദാഹരണം. അപ്പം ഇവിടെ ഒരു ആവിഷ്കരണത്തിലും പ്രമേയ സ്വീകരണത്തിലുമൊക്കെ പുതുമ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്, അന്നുവരെ കണ്ടിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമകൾ വരാൻ തുടങ്ങിയപ്പോൾ സിനിമാസ്വാദകർക്ക് ഇത്തരം സിനിമകൾ, പുതിയ തരത്തിലുള്ള സിനിമകൾ കാണാനായിട്ട് അവർക്ക് താല്പര്യമില്ലാതായി. അങ്ങനെ നവതരംഗ സിനിമ ഒരു ഒറ്റപ്പെട്ട വിഭാഗമായി മാറുകയും ചെയ്തു. 80കളുടെ മധ്യത്തോടെ മലയാള സിനിമ പിന്നെയും മാറ്റപ്പെടുകയാണ്. സിനിമ കൂടുതൽ വാണിജ്യവൽക്കരിക്കപ്പെട്ടു. 90കളിൽ സിനിമ താരങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അവർക്ക് വേണ്ടി സിംഹാസനങ്ങൾ പണിയാൻ ഏർപ്പാട് ചെയ്യുക, അത്തരം ഒരു രീതിയിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോഴും തലയെടുപ്പുള്ള സംവിധായകരും നട്ടെല്ലുള്ള എഴുത്തുകാരും നല്ല സിനിമകൾക്ക് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. ഈ ഒരു സാഹചര്യം അധികം നീണ്ടു നിന്നില്ല. താരങ്ങൾ മൂപ്പെത്തിയപ്പോൾ അവർ നിയന്ത്രണാധികാരം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചിത്രീകരണത്തിന് മുന്നേ സിനിമ ആകൃതവൽക്കരിക്കാനുമൊക്കെ തുടങ്ങി. അപ്പോൾ മലയാള സിനിമ അധപതനത്തിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ നിരാശയോടെ 10-20 കൊല്ലത്തോളം മലയാള സിനിമ ഒരു അബദ്ധസഞ്ചാരം നടത്തുകയും ചെയ്തു. അപ്പം ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെയാണ് 2011 തുടങ്ങിയ ന്യൂ ജനറേഷൻ തരംഗത്തെ നാം വിലയിരുത്തേണ്ടത്. അതായത് മലയാളത്തിലെ ന്യൂജൻ സിനിമകളുടെ ആ ഒരു തരംഗത്തെ നാം വിലയിരുത്തേണ്ടത് ഈ ഒരു ചരിത്രത്തിൻ്റെ സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മുടെ 2011 മുതലാണ് നമ്മുടെ ഈ ഒരു മലയാള സിനിമയിൽ ന്യൂജൻ തരംഗം ആരംഭിക്കുന്നത്. ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ പോലുള്ള സിനിമകളൊക്കെ ഉദാഹരണം. അപ്പോൾ ഇതൊക്കെയും വ്യത്യസ്തത കൊണ്ടുവരാൻ ഈ ചിത്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മീശ പിരിക്കലും മറ്റുമായി മുന്നോട്ട് പോയ സിനിമയിൽ നിന്ന് കാഴ്ചക്കാരനെ അത്ഭുതപ്പെടുത്താൻ കഴിഞ്ഞു എന്നതായിരുന്നു ആദ്യകാലത്തുണ്ടായിട്ടുള്ള ന്യൂജൻ സിനിമകൾക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത എന്നത്. ആഗ്രഹമുള്ളവർക്കെല്ലാം സിനിമയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂ ജനറേഷൻ സിനിമ വളരെ വേഗം തന്നെ സത്യസന്ധത, മൊറാലിറ്റി എന്നിവയൊക്കെ അവയുടെ ഭാഗമായി വരികയും ഇത്തരം സിനിമകൾ വളരെ വേഗം തന്നെ സിനിമാസ്വാദകരിലേക്ക് സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും യുവാക്കളുടെ പിന്നണിയിൽ പിറന്നവയായിരുന്നു ഇത്തരം സിനിമകൾ. രാഷ്ട്രീയ ആയുധവും കൂടിയായി മാറാൻ അവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളിത്തിരയിൽ നിന്ന് ഇൻ്റർനെറ്റ് ലോകത്തേക്കും അവിടെ നിന്ന് സാറ്റലൈറ്റ് യുഗത്തിലേക്കും മലയാള സിനിമ വളർന്നിരിക്കുകയാണ്. സാങ്കേതിക മികവ്, കഥയുടെ മൂല്യം,
അഭിനയ തികവ്, ഇതൊക്കെ കൊണ്ട് തന്നെ മലയാള സിനിമ വളരെയധികം വളർന്നു കഴിഞ്ഞു. 2011 തുടങ്ങിയ ന്യൂജൻ തരംഗം 2016 കടക്കുമ്പോൾ ഏതാണ്ട് ഒരു അവസാനിച്ച ഘട്ടം എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞവയും ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടിയിട്ടുള്ള സിനിമകളൊക്കെ വളരെ കുറച്ചേ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നവാഗതരുടെ കടന്നുവരവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഹാൻഡികാം ഉണ്ടെങ്കിൽ ധാരാളം ഒരു സിനിമ പിടിക്കാൻ എന്ന നിലയിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ സിനിമയുടെ ആ ഒരു നിലവാരം തകരുകയായിരുന്നു എന്ന് കാണാം. അപ്പോഴും കഴിവുള്ള ചിലർ സിനിമയുടെ ലോകത്തേക്ക് കടന്നു വരുന്നു എന്നതും ആശ്വാസകരം തന്നെ. പിന്നൊരു പ്രത്യേകത ന്യൂജൻ സിനിമകളുടെ ഒരു തുറന്ന രീതിയിലുള്ള ഒരു അവതരണമാണ്. അതും ഒരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സോഷ്യോ പൊളിറ്റിക് ഗണത്തിൽപ്പെട്ട സിനിമകൾ 1-2 മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനപ്പുറം ഉണ്ടായവയൊക്കെ വെറും ഭ്രമകൽപ്പനകളിൽ നിന്നുള്ള പൊള്ളത്തരങ്ങളായിരുന്നു എന്നും കാണാം. അപ്പോൾ 2014 കൂടിയിട്ട് മലയാള സിനിമ അതിൻ്റെ മുൻധാരണകളിലേക്ക് തിരിച്ച് നടക്കുകയും ഒപ്പം വ്യത്യസ്ത ചലച്ചിത്ര ഭാഷയുമായി ചിലരെങ്കിലും വഴിമാറി നടക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ്, അതായത് ഈ ന്യൂജൻ സിനിമയുടെയൊക്കെ ആ ഒരു ഈ കാലഘട്ടം വന്നുവെങ്കിലും പിന്നെയും അത് ഒരു കുറയുന്ന സാഹചര്യത്തിലാണ് 2014 അമൽ നീരദിൻ്റെ ഇയ്യോബിൻ്റെ പുസ്തകം റിലീസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അമൽ നീരദിനെ കുറിച്ച് പറയാം. അമൽ നീരദ് മലയാളത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള സംവിധായകനാണ്. എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം. സംവിധായകൻ മാത്രമല്ല, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, ഛായാഗ്രാഹകൻ, ക്യാമറ അസോസിയേറ്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ സിനിമയോട് താല്പര്യമുണ്ടായിരുന്നു. ആ ഒരു താല്പര്യം തന്നെയാണ് അദ്ദേഹത്തെ സിനിമാ ലോകത്തേക്ക് എത്തിച്ചത്. കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും ബെർലിനിലെ കോൺറാഡ് വോൾഫ് ഹൈ ഫിലിം സ്കൂളിലുമൊക്കെ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള പ്രധാന സിനിമകൾ പറയാം. ബിഗ് ബി 2007 സംവിധാനം ചെയ്തു. സാഗർ ഇലിയാസ് ടാക്കി 2009, അൻവർ 2010, ബാച്ചിലർ പാർട്ടി 2012, 5 സുന്ദരികൾ 2013, ഇയ്യോബിൻ്റെ പുസ്തകം 2014, CIA 2017, ഭരതൻ 2018, ബിലാൽ 2020, ഭീഷ്മപർവം 2022. അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ ഇവയൊക്കെയാണ്. ഇതുകൂടാതെ അദ്ദേഹം കഥ, തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, ക്യാമറ അസോസിയേറ്റ്, ഛായാഗ്രഹണം എന്നീ മേഖലകളിലൊക്കെ കൈകടത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു തലത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മാത്രമല്ല മറ്റു പലരുടെയും സിനിമകൾക്ക് കൂടി ഭാഗമായിട്ടുണ്ട് എന്ന് കാണാം. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് 2004 മമ്മൂട്ടിയെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയുടെ ഛായാഗ്രഹകനായിട്ടാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലൊരു പുതിയൊരു ട്രെൻഡിന് തുടക്കം കുറിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ബിഗ് ബി എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡ് 2014 മികച്ച ഛായാഗ്രഹകനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ആണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി നമുക്ക് അമൽ നീരദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇയ്യോബിൻ്റെ പുസ്തകം എന്ന സിനിമയിലേക്ക് കടക്കാം. അപ്പോൾ ഇയ്യോബ് എന്ന് പറയുന്നത് ബൈബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെബ്രായ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുന്ന ആ ഒരു പുസ്തകം. അപ്പോൾ ഇയ്യോബ് എന്ന് പറയുന്നത് ദൈവത്തോട് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തി എന്ന് നമുക്ക് ആ ഒരു ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ദൈവത്തിനും സാത്താനും ഇടയിൽപ്പെട്ട് അവരുടെ പന്തയത്തിൻ്റെ നീതിരഹിതമായ ഇരയായി പോകുന്ന നന്മ നിറഞ്ഞ മനുഷ്യൻ്റെ കഥയാണ്
ഇയ്യോബിൻ്റെ പുസ്തകത്തിലുള്ളത്. ആ ഒരു കഥയെ പശ്ചാത്തലമാക്കുകയാണ് ഈ ഒരു സിനിമയിൽ. പക്ഷേ അതിനകത്ത് കുറേ വ്യത്യാസങ്ങളും മാറ്റങ്ങളുമൊക്കെ പുതുമയുമൊക്കെ സംവിധായകൻ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. 2014 നവംബർ 7 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്. ഇനി സിനിമയുടെ ആ ഒരു നിർമ്മാണം, അല്ലെങ്കിൽ സിനിമ എങ്ങനെ നിർമ്മാണത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അതായത് സംഗീതം, അതുപോലെ തന്നെ സംവിധാനം, ഛായാഗ്രഹണം, വസ്ത്രാലങ്കാരം പോലുള്ള സംഗതികളിലേക്ക് അതാരൊക്കെയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സിനിമയുടെ കഥ, തിരക്കഥ ഗോപൻ ചിദംബരം ആണ് ചെയ്തിരിക്കുന്നത്. സംഭാഷണം ശ്യാം പുഷ്കരൻ ഒരുക്കിയിരിക്കുന്നു. നിർമ്മാണം അമൽ നീരദും ഫഹദ് ഫാസിലും കൂടിയാണ്. ബാനർ അമൽ നീരദ് പ്രൊഡക്ഷൻസ്. യു സർട്ടിഫിക്കറ്റാണ് ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അസോസിയേറ്റ് ഡയറക്ടറായിട്ട് കുറച്ചധികം പേരുണ്ട്. സുഗു ദാമോദർ, അസോസിയേറ്റ് ഡയറക്ടർ സുഗു ദാമോദറാണ്. അതുപോലെ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സായിട്ട് വർക്ക് ചെയ്തവരാണ് കുറച്ചധികം പേരുള്ളത്. ലതീഷ് മോഹൻ, സംഗീത് പി രാജൻ, നിധീഷ്, നിതിൻ ശശിധരൻ, പ്രതീക് ചന്ദ്രൻ, ശങ്കർ തെക്കേടത്ത്, രാജേഷ് അഞ്ചൽ മുതലായവരൊക്കെയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. അതുപോലെ വിതരണം A&A റിലീസ്. കലാസംവിധാനം സാബു മോഹൻ, അതോടൊപ്പം തന്നെ ബിനോയ് തലക്കുളത്തൂർ. ഡബ്ബിംഗ് മുത്തുമണി, നേഹ എസ് നായർ, അന്നപൂർണ മുതലായവർ നിർവഹിച്ചിരിക്കുന്നു. ഓഡിയോഗ്രാഫി തപസ് നായക്. ചമയം അഖിൽ. വസ്ത്രാലങ്കാരം സമീറ സനീഷ്. സംഘടനം ഡിഫറൻറ്റ് ഡാനി, മഹേഷ് നരസിംഹ മുതലായവരാണ് ഒരുക്കിയിരിക്കുന്നത്. അസോസിയേറ്റ് ക്യാമറ റെഡായ്, രതീഷ് മാന്നാർ, രജീഷ് ഭാസ്കരൻ, ക്ലിൻറ്റോ ആൻ്റണി. സിനിമാറ്റോഗ്രഫി അമൽ നീരദ്. ക്രെയിൻ സെലിബ്രേറ്റ്സ് ക്രെയിൻ യൂണിറ്റ്. ഗാനരചന റഫീഖ് അഹമ്മദും വിനായക് ശശികുമാറും കൂടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഗായകർ ഹരിചരൺ, നേഹ എസ് നായർ, ഉഷ ഉതുപ്പ്, അമല സി, അനിൽ രാം, ബലത് ബെൻസലിം എന്നിവരാണ്. സിനിമാ പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് നേഹ എസ് നായരും യിക്സാൻ ഗാരി പരേരയും ചേർന്നാണ്. സംഗീതവും ഇവർ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നൃത്ത സംവിധാനം ഗായത്രി രഘുറാം. എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ. ആനിമേഷൻ ആൻഡ് VFX ഡിജിറ്റൽ കാർവിംഗ്. കളറിസ്റ്റ് രംഗ. പ്രൊഡക്ഷൻ മാനേജർ അഭിലാഷ് അയ്യക്കരക്കുടി, നദീം ഇറാനി. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷൈൻ ഉടുമ്പിൻചോല. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അരുൺകുമാർ VR. നിർവഹണം ചെയ്തിരിക്കുന്നത് പ്രവീൺ B മേനോനാണ്. പബ്ലിസിറ്റി തോട്ട് സ്റ്റേഷൻ. നിശ്ചല ഛായാഗ്രഹണം ഷഹീൻ താഹ, വിഷ്ണു തണ്ടാശ്ശേരി എന്നിവരാണ് ഒരുക്കിയിരിക്കുന്നത്. PRO AS ദിനേശ്. ഇനി ഈ ഒരു സിനിമയിലെ പ്രധാനപ്പെട്ട പാട്ടുകൾ: രാവേ മൂടൽ മഞ്ഞിൽ, തീയാട്ടത്തിന് ചൂട്ടുകെട്ടി, മാനേ മാനേ അഴകുള്ള. ഇതാണ് പ്രധാനമായിട്ടുള്ള 3 പാട്ടുകൾ. അതുകൂടാതെ തന്നെ ഓരോ കഥാപാത്രങ്ങൾക്കുമുള്ള ഒരു തീം സോങ്ങും കൂടെ ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. റാഹേൽസ് തീം, ചെമ്പൻ തീം, മാർത്താസ് തീം, ഇയ്യോബ് തീം, അലോഷി തീം, അങ്കുറാവുത്തർ തീം. അപ്പോൾ ഇതൊക്കെയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് കഥാപാത്രങ്ങളിലേക്ക് കടക്കാം. ലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇയ്യോബ്, ഫഹദ് അലോഷി, ജിനു ജോസഫ് ഐവാൻ, ചെമ്പൻ വിനോദ് ദിമിത്രി, ജയസൂര്യ അങ്കുർ റാവുത്തർ, ഇഷ ശർവാണി മാർത്ത, പത്മപ്രിയ റാഹേൽ, ലെന കഴലി, റീനു മാത്യൂസ് അന്നമ്മ, വിനായകൻ ചെമ്പൻ, TG രവി സഖാവ്, ശ്രീജിത്ത് രവി കൗമാരക്കാരനായ സഖാവ്, സരിത കുക്കു ചെമ്പൻ്റെ ഭാര്യ ആയിട്ടുള്ള ചീരു, പൗളി വത്സൻ ത്രേസ്യ ചേട്ടത്തി, സുർജിത്ത് ലാസർ, ആഷിഖ് അബു PJ ആൻ്റണി, അലിയാർ സഖാവിൻ്റെ സഹായി, നബീഷ് ബെൻസൺ ബാലനായ അലോഷി, ജോൺ വിജയ് ഗണപതി അയ്യർ, സാൽ യൂസഫ് ഹാരിസൺ, റിക്ക മാർഗരിത്ത ഹാരിസൻ്റെ ഭാര്യ,
അജിത് തൃപ്പൂണിത്തറ ചാക്കോ, ബോണി മേരി മാത്യു സഖാവ് റോസമ്മ, PN സണ്ണി തച്ചോ, ശാന്തി സുനിൽ തച്ചോയുടെ ഭാര്യ, സൗബിൻ ഷാഹിർ നാരായണൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇയോബിൻ്റെ ചെറുപ്പം അവതരിപ്പിക്കുന്നു. മാസ്റ്റർ ചേതൻ ചെമ്പൻ്റെ കുട്ടിക്കാലം അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമയിലെ കഥാപാത്രങ്ങൾ. ഇനിയും ഒരുപാട് പേരുണ്ട്. ഇനി കഥാസന്ദർഭം പറയാം. മൂന്നാറിൽ ബ്രിട്ടീഷ് ഭരണ സമയത്ത് ജീവിച്ചിരുന്ന ഇയോബും ഇയോബിൻ്റെ മക്കളുടെയും കഥയാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സഖാവ് 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഒരു കഥയെ ഓർമ്മിച്ചെടുക്കുകയാണ്. ഇയോബിൻ്റെ പുസ്തകം എന്ന് പേരിട്ട കഥയായി സഖാവിൻ്റെ വിവരണത്തിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത്. അതായത് ചിത്രം തുടക്കത്തിൽ തന്നെ വൃദ്ധന്മാരെല്ലാവരും ജ്ഞാനികളാകണമെന്നില്ല, പ്രായക്കൂടുതലുള്ളത് കൊണ്ട് നീതിബോധമുണ്ടാകണമെന്നില്ല എന്ന് ഇയോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്ന ആ ഒരു വാചകം ടൈപ്പ് ചെയ്തുകൊണ്ടാണ് അതായത് ആ സഖാവ് ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ തന്നെ തുടങ്ങുന്നത്. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് പോകാം. മൊത്തത്തിൽ ഉള്ള സിനിമയുടെ ആ ഒരു കഥയിലേക്ക് പോകാം. 1900 കാലഘട്ടമാണ് മൂന്നാറിൽ. അപ്പോൾ മൂന്നാറിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഭരണം അവിടെ എത്തുകയാണ്. ബ്രിട്ടീഷുകാർ തേയില കൃഷിക്കായിട്ട് അവിടേക്ക് എത്തിത്തുടങ്ങുന്നു. ആസാം, നീലഗിരി, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് അവർ വന്നു കഴിഞ്ഞു. അപ്പം തേയിലത്തോട്ടത്തിനായിട്ട് കാടും റോഡും വെട്ടുകയായിരുന്നു ഹാരിസൺ സായിപ്പിൻ്റെ ആദ്യപടി. അപ്പോൾ പണിയെടുപ്പിക്കാനായിട്ട് ആളുകളെ ഇംഗ്ലണ്ടിൽ നിന്ന് വരുത്തുകയും ചെയ്തു. പണിയെടുക്കാനായിട്ട് തൊഴിലാളികൾ, അതായത് മൂന്നാറിലുള്ള ആദിവാസികളാണ് അതിനായിട്ട് എത്തുന്നത്. അപ്പോൾ ഇഴജന്തുക്കളെ പേടിച്ച് നിന്ന അവരെയൊക്കെ ബ്രിട്ടീഷുകാർ തല്ലി കാട് കയറ്റുന്ന ഒരു രംഗമൊക്കെ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാരിസൺ സായിപ്പും കഥാപാത്രമാണല്ലോ. അപ്പം അദ്ദേഹം ഇതിൽ നിന്നും, അതായത് പണിയൊന്നും എടുക്കാണ്ട് അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാരെ അടിക്കുമ്പോൾ പോലും കാട്ടിലേക്ക് കയറാതെ നിൽക്കുന്ന ഒരു ചെറുക്കൻ, ആ ചെറുക്കനെ സായിപ്പ് നോട്ടമിടുന്നു. കാരണം അവൻ്റെ ആ ഒരു മനോധൈര്യം അയാളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ അവനെ ഒരു വളർത്തു നായയെ പോലെ സ്നേഹിക്കുകയും നല്ല പണിക്കാരനായതുകൊണ്ട് അവനെ ഹാരിസൺ സായിപ്പ് ജോബ് എന്ന് വിളിക്കുന്നു. എന്നാൽ പള്ളിയിലെ അച്ഛൻ ഇയോബ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അവൻ വളർന്നു വരുന്നു. സായിപ്പ് തന്നെ അവനെ പെണ്ണ് കെട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ഭാര്യയായിട്ടുള്ള ഭാര്യയാണ് അന്നമ്മ. അപ്പം ഇനി ഈ സായിപ്പിൻ്റെ മദാമ്മ അയാളെ മടുത്തിട്ട് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്താണ് കടലി എന്ന് പറയുന്ന കഥാപാത്രം തോടന്മാരുടെ കുടിയിൽ നിന്ന് ഊരുവിലക്കപ്പെട്ട് അവൾ മൂന്നാറിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ കടലിയെ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഇയോബിലേക്ക് എത്തുമ്പോൾ ഇയോബിന് 3 മക്കളുണ്ടാവുന്നു: ദിമിത്രി, ഐവാൻ, അലോഷി. ഈ പേരുകളൊക്കെയും നിർദ്ദേശിക്കുന്നത് സായിപ്പ് തന്നെയാണ്. സായിപ്പ് തൻ്റെ ഇഷ്ട നോവലുകളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പേരുകളാണ് ഇതൊക്കെയും. ഇനി സായിപ്പ് അപ്പോൾ ഈ സമയത്ത് കടലിയുടെ കൂടെ താച്ചോ എന്ന് പറയുന്ന ഒരാളുമായിട്ട് അവൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പം സായിപ്പ് ഈ താച്ചോയെ കൊല്ലാനായിട്ട്, സായിപ്പിൻ്റെ പണിക്കാരനായിരുന്നു, അയാളെ കൊല്ലാനായിട്ട് ഇയോബിനെ അയക്കുന്നുണ്ട്. പക്ഷെ അയാൾ പേടിച്ചോടി കൊക്കയിലേക്കാണ് വീഴുന്നത്. അതായത് സായിപ്പിന് ഈ ഒരു കടലിയെ ഇഷ്ടപ്പെടുകയാണ്. അപ്പം അങ്ങനെ കടലിയെ സായിപ്പ് ബംഗ്ലാവിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു രംഗമൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അക്കാലത്ത് തോട്ടങ്ങളിൽ കീടനാശിനികൾക്ക് പകരം കുട്ടികളെയാണ് ഉപയോഗിച്ചിരുന്നത്. കാരണം ഈ കുട്ടികൾ തോട്ടത്തിലുള്ള എലിയെയും മറ്റ് കീടങ്ങളെയൊക്കെ പിടിച്ചിട്ട് ഈ സായിപ്പിൻ്റെ വീടിന് മുന്നിൽ വരും. അപ്പോൾ സായിപ്പ് ഇവർക്കുള്ള പ്രതിഫലം എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം ആ ഒരു രംഗങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി കടലി മേരിയായിട്ട് മാറുകയാണ്, അതായത് പുതിയ മദാമയായി മാറുന്നു. അപ്പം
നവക്രിസ്ത്യാനികളായ ഇയ്യോബിനും ലാസറിനും ഒന്നും ഈ ഒരു പുതിയ മദാമയെ പിടിക്കുന്നില്ല. ആ ഒരു സമയത്താണ് ഒന്നാം ലോക മഹായുദ്ധം സംഭവിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം ലോക മഹായുദ്ധം. അപ്പോൾ ഹാരിസൻ്റെ തേയിലപ്പെട്ടികളൊക്കെയും, അതായത് ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്നും വിദേശത്തേക്ക് അയച്ചിട്ടുള്ള ആ ഒരു തേയിലപ്പെട്ടികളൊക്കെയും കടലിൽ ഒഴുകി നടക്കുകയാണ്. വലിയ നഷ്ടങ്ങൾ അയാൾക്കുണ്ടായി. അപ്പം അദ്ദേഹം തൻ്റെ വിശ്വസ്തനായിട്ടുള്ള കാര്യസ്ഥനായ ഇയ്യോബിനെ പവർ ഓഫ് പറ്റോണി ഏൽപ്പിച്ചുകൊണ്ട് കിട്ടാനുണ്ടായ പണം വാങ്ങാനായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. പക്ഷെ അയാൾ കൊച്ചിയിലെത്തുമ്പോൾ തന്നെ ഹൃദയാഘാതം മൂലം മരിക്കുകയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അയാൾ തൻ്റെ സ്വത്തുക്കളുടെ പ്രമാണങ്ങളൊക്കെയും ഏൽപ്പിക്കുന്നത് ഇയാളെയാണ്, ഇയ്യോബിനെയാണ്. അപ്പം സായിപ്പിനെ കണ്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങി വരുന്ന ഇയ്യോബ് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ബംഗ്ലാവിലേക്ക് വരുന്നത്. അയാൾ മേരിയെ തല്ലി അകറ്റി. അപ്പോൾ അവൾ ശപിക്കുന്നുണ്ട്, നീയും നിൻ്റെ മക്കളും ഭ്രാന്ത് വന്ന് സാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇയ്യോബ് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അയാൾ പറയുന്നത് തേവിടിശ്ശിയേക്കാൾ അവകാശം എനിക്കുണ്ട് എന്നാണ്. അപ്പം അന്നമ്മയ്ക്ക് ഇങ്ങനെ കടലിയെ ഇയാൾ ഇറക്കി വിടുന്നതിലൊക്കെ അന്നമ്മയ്ക്ക് വിഷമമുണ്ട്. കാരണം അവൾ കുറച്ച് ദയയും കാരുണ്യവും ഒക്കെയുള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അവൾ അവിടെ ആ ബംഗ്ലാവിൽ വീട് പണിക്ക് വരുന്ന ഒരു പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇയ്യോബ് അറിയാതെ കടലിയെ കാണാനായിട്ട് അവളും അലോഷിയും പോവുകയും ചെയ്യുന്നു. അപ്പോൾ കടലിയുടെ മകളായിട്ടുള്ള മാർത്തയും അലോഷിയുമൊക്കെ ആ ഒരു സമയത്ത് ചെറുപ്പകാലം മുതലേ കാണുകയും അവർ തമ്മിലൊരു സ്നേഹബന്ധം ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഇടയ്ക്കാണ് പകർച്ച വ്യാധിയായിട്ടുള്ള മലമ്പനി വന്നിട്ട് അന്നമ്മ മരിച്ചു പോവുകയാണ്, ഇയ്യോബിൻ്റെ ഭാര്യ. അപ്പം അലോഷിക്ക് വലിയ വിഷമമായി. കാരണം അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അല്ലെങ്കിൽ അവനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അമ്മയെ മാത്രമായിരുന്നു. അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. ബാക്കി അച്ഛനും മറ്റു 2 ചേട്ടന്മാരും മറ്റൊരു സ്വഭാവക്കാരായിരുന്നു. അപ്പോൾ ഇവനെപ്പോഴും ഒറ്റപ്പെട്ട ഒരു രീതിയിലാണ് അവിടെ കഴിഞ്ഞു കൂടിയിരുന്നത്. അപ്പോൾ അലോഷിക്ക് താൻ പറയാത്ത എല്ലാ ഒന്നും പറയാതെ തന്നെ മാർത്തയ്ക്ക് അലോഷിയെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇയ്യോബ് താൻ പഠിച്ച വിദ്യകൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അലോഷി അന്നമ്മയെപ്പോലെ ദയയും കാരുണ്യവും ഒക്കെ ഉള്ള ഒരു കുഞ്ഞായിട്ട് തന്നെയാണ്, ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് അവൻ വളർന്നു വരുന്നത്. ഇപ്പം മാനിനെ കൊല്ലാനായിട്ട് ഇയാൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അതിനൊന്നും കഴിയുന്നില്ല. അവൻ്റെ ജീവിതം പിന്നീട് കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടേയിരുന്നു. ചേട്ടന്മാർ ഇവനെ എപ്പോഴും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, വെറുതെ ഒരു കാര്യവുമില്ലാതെ. അതുപോലെ തന്നെ അപ്പനും ആ മൂത്ത മക്കൾക്കൊപ്പമാണ്. അപ്പം മാർത്തയല്ലാതെ അലോഷിയുടെ മറ്റൊരു കൂട്ടി ചെമ്പനാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് ചെമ്പൻ. അപ്പം അക്കാലത്ത് വസൂരി രോഗം വന്നവരെ കുടിലോടെ കത്തിച്ച് കളയുന്ന ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. അപ്പം ചെമ്പൻ്റെ കുടി ഇയ്യോബിൻ്റെ മക്കളുടെയും നേതൃത്വത്തിൽ കത്തിച്ച് കളയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ അലോഷിയുടെ മനസ്സിലിങ്ങനെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലോഷി ചേച്ചിയായി കാണുന്ന ആ വീട്ടുവേലക്കാരിയായിട്ടുള്ള പെൺകുട്ടി, അവളെ ചേട്ടന്മാർ കൊന്ന് കെട്ടിത്തൂക്കുന്നത് ഇവൻ കാണുകയാണ്. അതോടുകൂടി അവൻ അന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ അവൻ്റെ ബംഗ്ലാവിൽ നിന്നും, ആ ഒരു മൂന്നാറിൽ നിന്നും ഓടിയതാണ് അവൻ. അങ്ങനെ അവൻ കൊച്ചിയിലെത്തുന്നു. പിന്നെ ഇന്ത്യൻ ബ്രിട്ടീഷ് നേവി റിക്രൂട്ട്മെൻറ്റ് അവൻ കാണുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷിന് വേണ്ടി പല യുദ്ധങ്ങളിലും പോരാടാനായിട്ട് അലോഷിയും ആ ഒരു നേവിയിലേക്ക് ചേരുകയാണ്. ഇനി ആ ഒരു അലോഷി നേവിയിൽ ചേരുന്നു. അവിടെ മുതൽ പിന്നീട് സിനിമയുടെ ആ ഒരു യുദ്ധം തുടങ്ങുന്നതും എഴുത്തുകളൊക്കെ കാണിക്കുന്നത് അവിടെ നിന്നാണ് ശരിക്കും സിനിമ തുടങ്ങുന്നത്. അവിടെയാണ് സിംഗേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ നിർമ്മാണത്തെ പറ്റിയും അങ്ങനെ ഓരോന്ന് നമ്മൾ എഴുതി കാണിക്കുന്ന ആ ഒരു സിനിമയുടെ ആ ഒരു തുടങ്ങുന്ന ഭാഗം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് പറയാം. ഇനി പിന്നീടാണ് കഥയുടെ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നത്. അതായത് അത് കഴിഞ്ഞിട്ട് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് വരുന്നു. 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞു, ഇപ്പോൾ 2ാം ലോക മഹായുദ്ധമായി. അപ്പോൾ ബ്രിട്ടീഷുകാർ മല ഇറങ്ങി തുടങ്ങി, അതായത് മൂന്നാറിലെ മലയൊക്കെ ഇറങ്ങി തുടങ്ങി. അവരിനി അവിടെ നിന്ന് പോകുന്നൊരു കാഴ്ചയാണ്. അവർ പോയി. അപ്പോൾ പുതിയൊരു വർഗം അവിടെ
വളരുകയാണ്. അതായത് നാടൻ സായിപ്പ് എന്നൊരു വർഗം, അതായത് അത്തരമൊരു വേഷം അണിഞ്ഞുകൊണ്ടാണ് ഇയോബ് അങ്ങനെ ഒരു വേഷം അണിയുന്നുണ്ട്. അപ്പം അലോഷി ഈ സമയത്ത് മുംബൈയിലാണ്. അവൻ റോയൽ നേവിയുടെ ഓഫീസറായിട്ട് അവിടെ കഴിയുന്നു. അപ്പം ഈ ഇയോബും ഇയോബിൻ്റെ മക്കളൊക്കെയാണ് മൂന്നാറിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ. അവരൊന്നിനും അനുവദിക്കുന്നില്ല. ഗവൺമെൻറ് ഓർഡറിൽ മരമറക്കാൻ ഉള്ളൊരു നേതൃത്വം അങ്കുർ റാവുത്തർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അതുപോലും ഇവർ തടയുന്നുണ്ട്, ഇയോബ്. പിന്നെ ദിമിത്രിയും, അതായത് ഇയോബിൻ്റെ മൂത്ത പുത്രൻ ദിമിത്രിയുടെ ഭാര്യ റാഹേൽ എന്നിവരെയൊക്കെ കാണിക്കുന്നുണ്ട് സിനിമയിൽ. ഇനി അങ്കുർ റാവുത്തർ അങ്ങനെ ഈ മരം മുറിക്കാനുള്ള ആ ഒരു അനുവാദത്തിനായിട്ട് ഇയോബിൻ്റെ അടുത്ത് കാണാൻ വരുന്നുണ്ട്. കാരണം ഇയോബാണ് സമ്മതിക്കാത്തത്. ഗവൺമെൻറ് ഓർഡർ കിട്ടിയിട്ട് പോലും അയാൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇയോബ് മരം മുറിക്കരുതെന്ന് കർശനമായി പറയുന്നുണ്ട്. അപ്പോൾ ഇയോബ് എന്നിട്ട് പറയുന്നുണ്ട്, അപ്പൻ മുത്ത് റാവുത്തർക്ക് ഇയോബ് ആരാണെന്നറിയാം എന്ന് അങ്കുർ റാവുത്തറിനോട് പറയുന്നു. പക്ഷേ അങ്കുർ റാവുത്തർ ഇയോബിനേക്കാൾ വലിയൊരാളാണ്. കാരണം ബുദ്ധി കൊണ്ട് കേവനാണ്. ബാപ്പയെ അതുപോലെ തന്നെ ക്രൂരതയിലും ഇയോബിനേക്കാൾ കുറച്ചുകൂടെ ക്രൂരതയൊക്കെ അങ്കുർ റാവുത്തർക്കുണ്ട്. ബാപ്പയെ അയാളും സിത്തപ്പനും ചേർന്നാണ് കൊന്നത് എന്ന് അങ്കുർ റാവുത്തർ ഇയോബിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇയോബിനൊരു ചെറിയ ഭയം ഉണ്ടാവുന്നുമുണ്ട്. ഇനി റാഹേലിലേക്ക് വരുമ്പോൾ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളാണ് അവൾക്ക് ദിമിത്രിയിൽ നിന്നൊക്കെ ഏൽക്കേണ്ടി വരുന്നത്. അവൾക്ക് ഇഷ്ടമില്ല, അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല. അയാളൊരു പക്ഷെ ഒരു അടിമയെ പോലെ അവളെ ഒരുപാട് ചവിട്ടും തൊഴിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിലൊക്കെ അയാൾ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു കാട്ടാള സ്വഭാവമാണ് ദിമിത്രിക്കുള്ളത്. ഇനി മറ്റൊരു രംഗം എന്ന് പറയുന്നത് കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായിട്ട് ഇയോബിൻ്റെ മക്കളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുടിലുകളൊക്കെ കത്തിച്ച് കളയുന്നു. അങ്ങനെ അവരെ ഒഴിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ കുടിയേറ്റക്കാരൊക്കെ പോലീസിൽ അഭയം തേടുന്നുണ്ട്. പക്ഷെ അവരൊന്നും നടപടി എടുക്കുന്നില്ല. 1942 നിയമമനുസരിച്ച് ആർക്കും കാട്ടിൽ കുടിൽ വയ്ക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ മുതലാളിമാർ നോക്കി വയ്ക്കുന്ന സ്ഥലത്ത് കുടിയേറിക്കഴിഞ്ഞാൽ അവർ തള്ളിയിറക്കുകയും ചെയ്യും. അപ്പം റോസമ്മ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തക അവർ പറയുന്നുണ്ട്, മനുഷ്യർ ഒരുമിച്ച് കൂട്ടായി നിൽക്കണം, അല്ലാതെ മതം മാറുകയല്ല, മതപരിവർത്തനം ചെയ്യുകയല്ല വേണ്ടത് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടായ്മ, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കൂട്ടായ്മ മൂന്നാറിലുണ്ടായിരുന്നില്ല. 1946 ഫെബ്രുവരി 18 ബ്രിട്ടീഷ് റോയൽ ഇന്ത്യൻ നേവി 20,000 നാവികർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങുകയുണ്ടായി. വിപ്ലവത്തിൽ പങ്കെടുത്തവരെ പിരിച്ചുവിടുകയും ചെയ്തു. അവരിൽ 2 പേര് കൊച്ചിയിലെത്തുകയാണ്. അതിലൊന്ന് സഖാവ് അലോഷി, ഒന്ന് സഖാവ് PJ ആൻ്റണി. നാടകകർത്താവായിട്ടുള്ള ആളാണ് PJ ആൻ്റണി. അപ്പം പിന്നീട് ഫഹദ് കൊച്ചിയിൽ നിന്നും തൻ്റെ നാട്ടിലേക്ക് മാർത്തയെ കാണാനായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ്. അപ്പം ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പം പള്ളിയിലച്ഛനും കുടിയാന്മാരും പാർട്ടിക്കാരുമൊക്കെ ഇയോബിൻ്റെ വീട്ടിലെത്തുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോഴും ഇയോബ് സമ്മതിക്കുന്നില്ല. പള്ളിയിലച്ഛൻ പിന്നെ ഇയോബിൻ്റെ സൽക്കാരങ്ങളിൽ മയങ്ങി വീഴുകയാണ്. പാർട്ടിക്കാർ പിന്നീട് തിരിച്ചും പോകുന്നു. അടുത്തതായിട്ട് അലോഷി വീട്ടിലെത്തുകയാണ്. അലോഷിയെ മുടിയനായ പുത്രൻ എന്നുള്ളൊരു വിശേഷണത്തോടെയാണ് ഇയോബ് അവതരിപ്പിക്കുന്നത്. ഇയോബ് അങ്ങനെയാണ് അവനെ വിളിക്കുന്നത്, ആ ഒരു വിശേഷണമാണ് അവന് നൽകുന്നത്. അതുപോലെ ചേട്ടന്മാർ അവനെ അപ്പോഴും കളിയാക്കുന്നുണ്ട്. പിന്നീട് അവൻ കൊച്ചിയിൽ പോകണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ വേണ്ട എന്ന് അപ്പൻ പറയുന്നുണ്ട്. കാരണം അയാൾക്ക് ആ ഒരു മകനെ, തൻ്റെ 3ാമത്തെ മകനെ കൂടെ മൂത്ത മക്കളെ പോലെ മെരുക്കിയെടുക്കാൻ എന്നുള്ളൊരാഗ്രഹമുണ്ട് അയാൾക്ക്. പിന്നീട് നമ്മുടെ ഈ അലോഷി നാടൊക്കെ ചുറ്റിക്കാണാൻ ഇറങ്ങുന്ന സമയത്ത്
ആണ് ഈ കഴലിക്ക് ഭ്രാന്താണ് എന്നറിയുന്നത്. അപ്പോൾ ചെമ്പൻ അതായത് അവൻ്റെ കൂട്ടുകാരൻ ചെമ്പൻ പറയുന്നുണ്ട്, ഈ ഈ മാർത്തയും അവളുടെ അമ്മയും കൂടോത്രക്കാരികളാണ് എന്നാണ് നാട്ടുകാർ പറയുന്നു എന്നുള്ളൊരു കാര്യം അവൻ അലോഷിയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി അവൻ പറയുന്നുണ്ട്, പണ്ടത്തേക്കാൾ ദോഷമാണ് നിൻ്റെ അപ്പനും ചേട്ടന്മാരും ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത്, അല്ലെങ്കിൽ അത്തരം ഒരു ദോഷക്കാരാണ് അവർ എന്ന് അവൻ അലോഷിയോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അടുത്ത ഭാഗത്ത് കാണിക്കുന്നത് റാവുത്തർ പാർട്ടിക്കാരെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കാർ അതിലൊന്നും വീഴുന്നില്ല. പിന്നീട് അടുത്തതായിട്ട് ഈ നമ്മുടെ ഇയ്യോബ് വെട്ടിപ്പിടിക്കുക, അതായത് ഒരുപാട് സ്ഥലങ്ങൾ അയാൾക്ക് ഇനിയും വെട്ടിപ്പിടിക്കാനുണ്ട്. അപ്പോൾ കിഴക്കേ മലകേറി അതിർത്തി ഇടണമെന്ന് അയാൾ പറയുന്നുണ്ട്. അതനുസരിക്കാനായിട്ട് അയാളുടെ മക്കൾ തയ്യാറാവുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ പോയി സ്വതന്ത്ര തിരുവിതാംകൂർ വരും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യങ്ങളാണ്. അപ്പം എന്തായാലും തങ്ങൾക്ക്, അതായത് നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളോ വികാസ പരിണാമങ്ങളോ നടന്നാലും തങ്ങൾക്ക് വെട്ടിപ്പിടിക്കൽ മാത്രമാണുള്ളത് എന്നുള്ളൊരു നിലപാടിലാണ് ഇയ്യോബും ഇയ്യോബിൻ്റെ മക്കളും. അപ്പോൾ അലോഷിയോടും അത്തരം പ്രവൃത്തികൾ ചെയ്യാനായിട്ട് അപ്പൻ പറയുന്നുണ്ട്. പക്ഷേ അലോഷി പറയുന്നത്, എനിക്കൊന്നും മലയൊന്നും എനിക്ക് ഈ പറയുന്ന മണ്ണും മലയൊന്നും എനിക്ക് വേണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് അവൻ പറയുന്നുണ്ട്. അടുത്തൊരു ദൃശ്യം കഴലി അതായത് ബംഗ്ലാവിലെ തൻ്റെ ഭർത്താവിരുന്ന ഹാരിസൺ ഇരുന്നിട്ടുള്ള ആ ഒരു കസേരയുടെ അടുത്തേക്ക് വരുമ്പോൾ ഐവാൻ അവളെ തല്ലി ഓടിക്കുന്നുണ്ട്. അപ്പം അലോഷിയാണ് രക്ഷിക്കുന്നത്. പിന്നീട് കഴലി തൻ്റെ വീട്ടിൽ അവൾ മരിക്കുകയാണ്. അവൾ മരിച്ചു പോകുന്നു. മാർത്ത അവളെ തൻ്റെ അമ്മയെ സംസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അലോഷിയും അവളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭം കടന്നു വരുന്നുണ്ട് കഥയിലേക്ക്. അതായത് ബിരിയാണി എന്ന് പറയുന്നൊരു പുതിയ ഭക്ഷ്യവസ്തു അങ്കുർ റാവുത്തർ പരിചയപ്പെടുത്തുന്നുണ്ട്. ഐവാനെയും ദിമിത്രിയെയും അയാൾ തൻ്റെ ഒരു വരുതിയിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പൻ്റെ അടിയിൽ കിടക്കാതെ വെളിയിൽ വായെന്ന് അയാൾ പറയുന്നു. അപ്പോൾ അവരെ സൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിരിയാണിയൊക്കെ അയാൾ വെച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ചെമ്പനെ ഈ പറയുന്ന ദിമിത്രിയും ഐവാനൊക്കെ ഉപദ്രവിക്കുന്നതാണ്. അതായത് ചീരുവിന് ആ യോബിൻ്റെ മക്കളിൽ നിന്നും പ്രത്യേകിച്ചും ദിമിത്രിയിൽ നിന്നും ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നതുകൊണ്ട് ചെമ്പൻ തൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടി നാട് വിടുകയാണ്. എന്നിട്ട് ചെമ്പൻ അലോഷിയോട് പറയുന്നുണ്ട്, നിൻ്റെ കൂടെ പിറന്നവർ ചെന്നായ്ക്കളാണ്, നീ സൂക്ഷിക്കണമെന്ന്. അപ്പം അതുപോലെ തന്നെ മാർത്തയും നാട്ടിൽ നിന്ന് പോകാൻ തീരുമാനിക്കുന്നു, കാരണം അവളും ഒറ്റയ്ക്കാണ്. ഈ സമയത്ത് പാലയിൽ നിന്നുള്ള ചാക്കോ രാജ്യത്തിന് വേണ്ടി കഞ്ചാവ് കൃഷി ചെയ്യാൻ ഇയ്യോബിൻ്റെ സമ്മതം ആരായാൻ വരുന്നുണ്ട്. അയാളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ ഇയ്യോബിൻ്റെ വേട്ട, ആനയെ കൊല്ലലും അത്തരത്തിലുള്ളൊരു മൃഗവേട്ടയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് അലോഷിയെ അപ്പൻ ഇറക്കി വിടുകയാണ് ബംഗ്ലാവിൽ നിന്ന്. കാരണം ഒരു കത്ത് അയാൾക്ക് കിട്ടുകയാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന നേവിയിൽ നിന്നും ഇവനെ പുറത്താക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേട്ടതോടുകൂടി അവൻ അവിടെ നിന്നും ഇറക്കി വിടുന്നു. ഈ സമയത്ത് ചേട്ടന്മാർ ഇവനെ കൊല്ലാനായിട്ട് തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടന്മാരുടെ ഗുണ്ടകളും ചേർന്നിട്ട് അലോഷിയെ കൊല്ലുന്നു. അവൻ കൊക്കയിലേക്ക് വീഴുന്നു. അപ്പോഴാണ് ഇൻ്റർവെല്ല് ഇവിടെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഇളയ മകൻ മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 മക്കളേ ഉള്ളൂ. അപ്പോൾ സ്വത്തുക്കളൊക്കെ ഇയ്യോബ് ഭാഗം വയ്ക്കുകയാണ്. ഈ സമയത്ത് ആദിവാസികൾ, അതായത് കൊക്കയിലേക്ക് വീണെങ്കിലും അവൻ ചെന്ന് വീണത്
ആദിവാസികളുടെ ഒരു പ്രദേശത്താണ് അലോഷിയെ അവർ കണ്ടെടുക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നുണ്ട്. ചെമ്പനും ഇവരുടെ കൂട്ടത്തിലുണ്ട്. കാരണം ചെമ്പൻ ഇപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവനെ ഡോക്ടർ വന്ന് പരിചരിക്കുന്നുണ്ട്, പരിശോധിക്കുകയും ആ ഒരു അവൻ്റെ എല്ലാ മുറിവുകളും അങ്ങനെ ഉണക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തേനിയിലെ മുതലാളിയും ചാക്കോ മുതലാളിയും നടത്തുന്ന കഞ്ചാവ് തോട്ടത്തിൽ പണിയെടുക്കാൻ വന്നതാണ് ചെമ്പൻ. അങ്ങനെ ഇപ്പോൾ അവിടെയാണ് ചെമ്പനും കുടുംബവും താമസിക്കുന്നത്. അവർക്ക് വേറെ എവിടെയും പോകാനില്ല. പക്ഷേ ചെമ്പൻ പറയുന്നുണ്ട് പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലാന്ന്. അപ്പോൾ ധൈര്യത്തോടു കൂടി അവർക്ക് അവിടെ താമസിക്കാം. പിന്നീട് നാം കാണുന്നത് ഈ ചാക്കോയെ പോലുള്ള അഴിമതി രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതായത് ഈ കഞ്ചാവ് കൃഷിയൊക്കെ അതിനുദാഹരണമാണ്. അപ്പം അലോഷി ചാക്കോയോട് പറയുന്നുണ്ട് ഇതൊക്കെ നിർത്താനായിട്ട്. ഞങ്ങളെത്തിക്കാം, ഇനി ഞങ്ങൾ ചരക്കെത്തിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആദിവാസികളെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. സമതലങ്ങളിലേക്ക് ഇറങ്ങാതെ അലോഷി അവിടെ നിന്നുകൊണ്ട് ആ ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് മൂന്നാറും കൊടൈക്കനാൽ തുടങ്ങിയിട്ടുള്ള പല സ്ഥലങ്ങളിലും പാത തെളിച്ചെടുക്കുകയുണ്ടായി. കൊടൈക്കനാലിലെ സായിപ്പന്മാർക്ക് തമിഴരുടെ സഹായമില്ലാതെ അലോഷി ചരക്കെത്തിച്ചു. ആ സമയത്ത് പിന്നീട് നമ്മൾ കാണുന്നത് ഇയ്യോബിൻ്റെ കുടുംബം മാറിപ്പോകുന്നതാണ്. കാരണം ഇപ്പോൾ അലോഷി അവിടെയില്ല, മറ്റു 2 മക്കളാണ്. സ്വത്തൊക്കെ ഭാഗം വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം അച്ഛൻ്റെ ആവശ്യം അല്ലെങ്കിൽ അച്ഛനെ വകവെക്കേണ്ടതില്ല മക്കൾക്ക്. അതോടൊപ്പം തന്നെ അങ്കുർ റാവുത്തറിൻ്റെ വരുതിയിലും അവർ വീണ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒട്ടും ബഹുമാനമില്ല. അവസാനം എന്താണ്, അവരുടെ വീട്ടിൽ വരെ ആരെത്തുന്നുണ്ട്, അങ്കുർ റാവുത്തർ എത്തുന്നുണ്ട്. ദിമിത്രിയുടെ ഭാര്യ അയാളെ സൽക്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മക്കൾ അപ്പനെ തല്ലാൻ വരെ എത്തി. ലാസർ പോലും ഇയ്യോബിനെ കൈയൊഴിയുകയുണ്ടായി. അങ്ങനെ തിരുവിതാംകൂർ വളരെയധികം മാറുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിനും ദിവാനുമെതിരെ പ്രതിഷേധമുയരുകയും ചെയ്തു. സർ CP അയ്യർ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഒതുക്കാനായിട്ട് നാസി ഭക്തനായ ഗണപതി അയ്യരെ കൊണ്ടുവരുന്നുണ്ട്. അയ്യർ തേയില ഫാക്ടറി ക്യാമ്പാക്കി മാറ്റി ജോലി തുടങ്ങുന്നു. അതുപോലെ തന്നെ റോസമ്മ, മണിയാശൻ, മറ്റ് സഖാക്കളൊക്കെ ഇവരുടെ ഒരു പിടിയിൽ, അതായത് ഇവരുടെ ഒരു പരിധിയിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവർത്തനങ്ങളിൽ ഇവർ വീഴുകയാണ്. സഖാക്കളൊക്കെ വീഴുകയാണ്. ക്രൂരമായി അവരൊക്കെ തല്ലിച്ചതയ്ക്കപ്പെടുന്നു. റാവുത്തരും അയ്യരും സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു നേതൃത്വത്തിൽ ഈ പറയുന്ന സഖാക്കളൊക്കെയും വീഴുന്നു. അങ്ങനെ റാവുത്തരും ഇയ്യോബിൻ്റെ മക്കളും അയ്യരും ഒക്കെ കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്. ഇവരുടെ ശത്രുക്കളുടെ ഒരേ ഒരു ശത്രു അലോഷിയാണ്. അപ്പം അലോഷിയെ നമ്മൾ ഈ സിനിമയിൽ ആദ്യം തന്നെ കാണുന്ന ആഖ്യാതാവ്, അതായത് സഖാവ് ചെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അലോഷി പറയുന്നുണ്ട് നിയമങ്ങളില്ലാത്ത കാലത്ത് അക്രമമാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് മാർത്തയെ കൊല്ലാൻ നോക്കുന്നു, ദിമിത്രി കൊല്ലാൻ നോക്കുകയാണ്. പക്ഷെ അലോഷി രക്ഷിക്കുന്നുണ്ട്. പിന്നെ അവർ തമ്മിലുള്ളൊരു പ്രണയം, ആ ഒരു പാട്ട് രംഗം, അതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പത്മപ്രിയ ദിമിത്രിയെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് അനിയനെ മയക്കുന്നു. അയാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. അന്ന് ആ ഒരു രാത്രി അപ്പൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. കാരണം അയാൾ അവിടെ തീർത്തും ഒറ്റപ്പെട്ട് ഒരു അന്യനായി തീർന്നു. ഒരു വേലക്കാരൻ്റെ പരിഗണന പോലും അയാൾക്ക് അവിടെ നൽകുന്നില്ല. അങ്ങനെ അയാൾ അലോഷിയുടെ അടുത്തെത്തുകയാണ്. അപ്പം അവിടെ എത്തുമ്പോൾ പോലും അയാളുടെ ആ ഒരു സ്വഭാവം മാറുന്നില്ല. ആ ഒരു വമ്പത്വവും ആട്യത്വവും ഈ പണികൾക്കിടയിൽ ഈ പന്നികൾക്കിടയിൽ നിനക്കെന്താ കാര്യമെന്ന് ചെമ്പൻ്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് മകനോട്. പക്ഷെ പിന്നീട് അയാൾ അവരുടെയൊക്കെ നന്മകൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ദിമിത്രിയുടെ ഭാര്യ റാഹേൽ, അതായത് ഈ ഹാരിസൺ സായിപ്പിൻ്റെ നേതൃത്വത്തിൽ അന്ന് തച്ചോയെ കൊല്ലാനായിട്ട് ഇയ്യോബ് പോകുന്നുണ്ടല്ലോ, ആ തച്ചോയുടെ മകളാണ് ഈ റാഹേൽ. അപ്പോൾ അവൾക്ക് അന്ന് മുതൽ ഇവരോട് പകയുണ്ട്. ആ പക തീർക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ദിമിത്രിയുടെ ഭാര്യയായിട്ട് അവിടെ വന്ന് കയറിയത്. അപ്പം അവൾ ഐവാനുമായിട്ട് പിന്നീട് ഇടയുന്നുണ്ട്. അവസാനം റാവുത്തർക്കൊപ്പമാണ് അവൾ ചേരുന്നത്. അയാളെ സൽക്കരിക്കുകയും അയാൾക്കൊപ്പം
ചേരുകയുമാണ് പിന്നീട് റാഹേൽ. റാവുത്തർക്ക് കൃത്യമായ പദ്ധതികളുണ്ടായിരുന്നു അതിനു മുന്നിൽ നിർത്താനായിട്ട് അയ്യരും. പിന്നീട് അലോഷിയെയും ചെമ്പനെയും ഒക്കെ പോലീസ് പിടിക്കുന്നുണ്ട്. അപ്പം പിന്നീട് ഇവരെ ഏറ്റവും ഒടുവിൽ സിനിമയുടെ ആ ഒരു അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവർ ചെമ്പനും അലോഷിയൊക്കെ പിന്നീട് സ്വതന്ത്രരാവുന്നു. അപ്പം അലോഷി ഇവരെ വിളിക്കാനായിട്ട് അപ്പനെയും മാർത്തയും കൊണ്ടുപോകാനായിട്ട് ചെമ്പൻ്റെ ആ ഒരു വീട്ടിലേക്ക് വരുന്ന സമയത്ത് അപ്പനും മാർത്തയും അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ മാർത്തയെ പിടിക്കാനായിട്ട് ഐവാനും സംഘവും എത്തുന്നുണ്ട്. അവർ ഷീലുവിനെ കൊല്ലുന്നുണ്ട്. അവൾ പറയുന്നില്ല എവിടെയാണോ ഉള്ളതെന്ന്. പിന്നീട് ആ സമയത്ത് മൂന്നാറിലെ കമ്മ്യൂണിസ്റ്റ് ശക്തി പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ അതായത് ഈ പറയുന്ന അലോഷിയെയും കൂട്ടരെയും രക്ഷിക്കാനായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരും കൂടി ചേരുകയാണ്. പിന്നീട് റാവുത്തരുടെ കയ്യിൽപ്പെടുകയാണ് മാർത്തയും അപ്പനും. പക്ഷേ ഇവരെയൊക്കെ രക്ഷിക്കുന്നുണ്ട് അലോഷി. അപ്പോൾ പിന്നീട് റാഹേൽ സ്വയം മരിക്കുകയാണ്. കാരണം ഇനി അവൾക്ക് മടുത്തു. ഇപ്പോൾ റാവുത്തർക്കൊപ്പവും ചേർന്നു. ഇനിയും അവൾക്കിങ്ങനെ ജീവിക്കാനായിട്ട് വയ്യ. അവൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജീവിതത്തിൽ നിന്നും സ്വയം വിരമിക്കുകയാണ്. കഥയുടെ അവസാനം ഏറ്റവും ഒടുവിൽ മാർത്തയും അലോഷിയും സ്വന്തം നാട് വിട്ട് പോവുകയാണ്. അപ്പോൾ മാർത്തയെ പിടിക്കാനായിട്ട് ഈ ഐവാനും സംഘവും വരുന്നുണ്ട്. എന്തിനാണ്? അവളുടെ പേരിലാണ് ആ ഒരു സ്വത്തുക്കളൊക്കെയും ഉള്ളത്. അപ്പോൾ അപ്പൻ ഇനി അവളെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം ഇനി അവൾക്കാണ് ആ ഒരു സ്വത്തുക്കളൊക്കെ കിട്ടാൻ പോകുന്നത്. പക്ഷെ അവൾക്കും അലോഷിക്കൊന്നും അത് വേണ്ട, അവർക്കതൊന്നും വേണ്ട. എങ്കിൽ പോലും ഐവാനൊന്നും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവർ കൊല്ലാനായിട്ട് വരുന്നത്. കാരണം അവർക്ക് എപ്പോഴും വെട്ടിപ്പിടിക്കുക, എല്ലാം നേടുക, പിടിച്ചെടുക്കുക എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ. ഇനി ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മാർത്തയും അലോഷിയും അവിടം വിട്ട് പോവുകയാണ്. പിന്നെ ചെമ്പനെയും ചിരുവിനെയും ഒക്കെ, ചീരു മരിച്ചു പോയി, ചെമ്പനെയൊക്കെയാണ് ആ ഒരു ബംഗ്ലാവിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അവൻ കൊണ്ടുവരുന്നത്. ഇനി അവരുടെ കാലമാണ്. അപ്പം ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട് 1957 ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആഖ്യാതാവ് പറയുന്നുണ്ട് അലോഷിയെ പോലെയുള്ള സഹിഷ്ണുതയും ലോകം കണ്ട സഞ്ചരിച്ച അത്തരത്തിലുള്ളൊരു മനുഷ്യൻ ഈ നാടിനെ മാറ്റിമറിക്കും. അന്ന് ജീവിതം കുറേ കൂടി യൗവന തീഷ്ണവും സ്നേഹസുരഭിലവുമായിരിക്കും എന്ന് അയാൾ പറഞ്ഞു നിർത്തുന്നതോടുകൂടി അയാളെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അയാളൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണല്ലോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് സിനിമ അവസാനിക്കുന്നു. സിനിമയുടെ ഏറ്റവും അവസാനിക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും സിനിമയുടെ ആ ഒരു നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുള്ള എല്ലാവരെയും എഴുതി കാണിക്കുന്ന സമയത്ത് മാർത്തയും അലോഷിയും ഏതോ ഒരു രാജ്യത്ത് അവർ സ്വസ്ഥമായിട്ട് അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതോടുകൂടിയിട്ടാണ് ആ ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് എന്ന് കാണാം. ഇപ്പോൾ നമ്മൾ സിനിമയുടെ മൊത്തത്തിലുള്ള കഥയാണ് പറഞ്ഞത്. ഇനി നമുക്ക് സിനിമയുടെ മറ്റ് ചില ഘടകങ്ങളെ കൂടി പറയേണ്ടതുണ്ട്. അമൽ നീരദ് എന്ന ഛായാഗ്രാഹകൻ്റെയും സംവിധായകൻ്റെയും ആ ഒരു മത്സരിച്ചിട്ടൊരുക്കിയിട്ടുള്ള ആ ഒരു ചിത്രത്തിൻ്റെ ഭംഗി നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അമൽ നീരദിൻ്റെ മറ്റ് സിനിമകളിലുള്ളതുപോലെ ഒരു സ്ലോ മോഷൻ രീതി ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയില്ല. അത് ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മൂന്നാറിൻ്റെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ ക്യാമറമാൻ ഒപ്പിയെടുത്തിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ. ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന സ്വതന്ത്ര ഇന്ത്യ രൂപപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലെ ഒരു സിനിമയാണ് ഇത് എന്ന് കൃത്യമായി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കൃത്യതയെ കൊണ്ടുവരാനായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ കാഴ്ചയിൽ ഒട്ടും പിശുക്ക് കാട്ടാതെ തന്നെ അമൽ നീരദിലെ ക്യാമറമാൻ പകർത്തുന്നുണ്ട്. നവാഗതനായിട്ടുള്ള ഗോപൻ ചിദംബരത്തിൻ്റെ കഥയും തിരക്കഥയും ശ്യാം പുഷ്കറിൻ്റെ സംഭാഷണവും
അപ്പോൾ ഗോപനും അദ്ദേഹത്തോടൊപ്പം സംഭാഷണത്തിൽ പങ്കുചേരുന്നുണ്ട്. അതൊക്കെ വളരെ മനോഹരമായി തന്നെ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ക്യാമറയെക്കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. അതായത് ആദ്യ ഷോട്ടിലെ കരിമൂർക്കൻ തൊട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകരുന്ന തേയിലപ്പെട്ടികൾ വരെ കാണുമ്പോൾ, ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിലല്ല, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആ ഒരു തേയിലപ്പെട്ടികളൊക്കെ തകരുന്ന കാഴ്ച കാണുമ്പോൾ ഇത് മലയാള സിനിമ തന്നെയാണോ എന്ന് നമുക്ക് തോന്നും. കാരണം ഒരു ഇംഗ്ലീഷ് സിനിമയിൽ നിന്നും മൊഴിമാറ്റം ചെയ്ത ചിത്രം പോലെയാണ് നമുക്കിത് തോന്നുക. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി എടുത്ത് പറയേണ്ടതാണ്. ഓരോ സീനിലും ആ ഒരു മികവ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് കഴിഞ്ഞാൽ അവിടെ നടന്ന ആ ഒരു സമയത്ത് നടന്ന കാര്യം നമുക്ക് നഷ്ടപ്പെടുകയും അടുത്ത ഒരു ഷോട്ടിൻ്റെ ആ ഒരു ഷോട്ടിലേക്ക് കടക്കുമ്പോൾ ഇതിനു മുന്നേ നടന്നത് നമ്മൾ കണ്ടില്ലെങ്കിൽ ഇതെന്താണ് എന്നുള്ളൊരു ഒരു അപരിചിതത്വം നമുക്ക് തോന്നും. അപ്പം അത്രയും എന്താ പറയുക, ഭംഗിയോട് കൂടിയിട്ടാണ് ഓരോ സീനും സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം, അല്ലെങ്കിൽ ക്യാമറമാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ക്യാമറമാൻ അല്ല, ക്യാമറയിലൂടെ അത്രയും കൃത്യമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഛായാഗ്രഹണത്തെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് സിനിമയിൽ. അതുപോലെ തന്നെ നേഹ നായരുടെ സംഗീതം, രാവേ എന്ന് പറയുന്ന ഗാനം അവരുടേതാണ്. അപ്പം ഈ ഒരു ഗാനം തന്നെ സിനിമയിലെ ഏറ്റവും സിനിമയിൽ ഈ ഒരു പാട്ട് പ്രസിദ്ധമായി കഴിഞ്ഞു. സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഒരു പാട്ട് വളരെയധികം പ്രസിദ്ധമായിട്ടുണ്ട്. മലയാള സിനിമയുടെ ഓരത്ത് പ്രശസ്ത ഗാനങ്ങളുടെ പുനരാവിഷ്കാരവുമായിട്ട് ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഈ ഒരു പെൺകുട്ടി നേഹ എസ് നായർ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ഒരു സിനിമയിലൂടെ നടത്തിയിരിക്കുന്നത്, സംഗീത സംവിധാനവും ഗാനാലാപനത്തിലൂടെയും ഒക്കെ. പിന്നെ നമുക്ക് ഈ ഒരു സിനിമയുടെ ചില പ്രത്യേകതകൾ പറയുമ്പോൾ, സംഗീതം നമുക്ക് ഈ സിനിമയുടെ എഴുതി കാട്ടുന്ന സമയത്ത്, അതായത് ആ സിനിമാ നിർവഹണത്തെക്കുറിച്ച്, നിർമ്മാണത്തിൽ പങ്കുചേർന്നവരെ എഴുതി കാട്ടുന്ന സമയത്ത് അവിടെ ഒരു പഴയ പാട്ടാണ് പശ്ചാത്തലമായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള സംഭാഷണങ്ങളാണ് സിനിമയിലുള്ളത്. മുഖഭാവങ്ങളും അഭിനയകലയുടെ തീവ്ര സ്വരങ്ങളും മുഴക്കുന്ന കഥാപാത്രങ്ങളാൽ ഈ ഒരു സിനിമ സമ്പുഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത്, ഈ ഒരു സിനിമയിൽ ആകെ കുറച്ച് ന്യൂനതകൾ വന്നിട്ടുണ്ട്. അതായത് പാട്ടുകൾ മുഷിപ്പിക്കുന്നുണ്ട്. പാട്ടുകൾ മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ രാവേ എന്ന പാട്ട് പ്രസിദ്ധമാണെങ്കിൽ പോലും സിനിമയുടെ ആ ഒരു സമയത്ത് നമ്മൾ പാട്ടുകൾ കാണുമ്പോൾ അത് മുഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമല പോളിൻ്റെ ഐറ്റം ഡാൻസ്, അതൊരു മുഷിപ്പിക്കലാണ്. നമുക്കറിയാം, അമൽ നീരദ് എന്ന് പറയുന്ന സംവിധായകൻ ഐറ്റം ഡാൻസ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു ഇതുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ബെർലിൻ പോലുള്ള അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ഈ ഒരു സിനിമ അയക്കാൻ പറ്റുന്നതാണ് എന്ന് കാണാം. അതുപോലെ തന്നെ കൂട്ടവെടിവെപ്പ് അമൽ സിനിമകളെ എല്ലായ്പ്പോഴും അമലിൻ്റെ ആ ഒരു സിനിമയുടെ അവസാന ഭാഗം ക്ലൈമാക്സിൽ കൂട്ടവെടിവെപ്പ് നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇവിടെയും വരുന്നുണ്ട്. അതുപോലെ തന്നെ എങ്കിൽ പോലും ഇത്തരം ന്യൂനതകളുണ്ടെങ്കിൽ പോലും ഫാസിസം പിടിമുറുക്കുന്ന ഇക്കാലത്ത് സ്വാതന്ത്ര്യവും ദേശീയതയും ഒക്കെ ഗൗരവപൂർണമായിട്ടുള്ള ചില ചോദ്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു സിനിമ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതിനെ സ്വാതന്ത്ര്യത്തെയും ദേശീയതയെക്കുറിച്ചിട്ടുള്ള ഗൗരവപൂർണമായിട്ടുള്ള ചില ചോദ്യങ്ങൾ ഈ ഒരു സിനിമ ഉയർത്തുന്നുണ്ട് എന്ന് കാണാം. ഇനി നമ്മൾ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ, ഫഹദ് എന്ന് പറയുന്ന നായകൻ, അതുപോലെ തന്നെ ജയസൂര്യ എന്ന് പറയുന്ന വില്ലൻ, ഇതിൽ ഏറ്റവും മികച്ചത് ആരാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം അത്രയും വില്ലൻ്റേതായിട്ടുള്ള റോള് വളരെ ഭംഗിയായിട്ട് ജയസൂര്യ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫഹദ് എന്ന് പറയുന്ന നായകൻ യുവനടൻ്റെ കൊതിപ്പിക്കുന്ന രീതിയിലുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. തീ പാറുന്ന നോട്ടം, സജ്ജലമായ മിഴികൾ, ഹൃദയത്തിൽ തീ കൊണ്ട് നടക്കുന്ന ഒരു ഉഗ്രൻ റിബലാണ് അദ്ദേഹം. മൂന്നാറിലെ തോട്ടങ്ങളിലൂടെ
അയാൾ ബൈക്ക് ഓടിച്ച് പോകുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഒരു നോട്ടം കൊണ്ടും ആംഗ്യം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആലോചിക്കാവുന്നുണ്ട്. നടത്തവും ശരീരഭാഷയും ഒക്കെ ഫഹദ് ഫാസിൻ്റെ ആ ഒരു മാനറിസങ്ങളൊക്കെയും ഈ ഒരു സിനിമയിൽ വളരെയധികം ആസ്വാദകരെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. അപ്പോൾ സൂപ്പർ താരപദവിയിലേക്ക് ഉയരാൻ കഴിയുന്നൊരു നടനാണ് അദ്ദേഹം എന്ന് ഈ ഒരു സിനിമയിലൂടെ തന്നെ തെളിയിക്കുന്നുണ്ട്. ഇനി ജയസൂര്യയെക്കുറിച്ച് പറയുമ്പോൾ ഞെട്ടിച്ചു, അതായത് വില്ലനാവാൻ വളരെയധികം ഞെട്ടിച്ചൊരു കഥാപാത്രം ജയസൂര്യയുടേതാണ്. അങ്കുർ റാവുത്തർ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രത്തിലൂടെ ഒരു ഈഗോയൊന്നുമില്ലാതെയാണ് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നൊരു രൂപം. ആ രൂപം വളരെ കൃത്യമായിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഓരോ സീനിലും അങ്ങനെയാണ് അദ്ദേഹം, ചിരിയോടുകൂടി എന്നിട്ട് ഒരു ചതി, അങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ ഇയ്യോബ് ഒരു കേന്ദ്ര കഥാപാത്രമാണ്. ആ ഇയ്യോബിൻ്റെ ജീവിതത്തെ മനോഹരമാക്കിയിട്ടുള്ള ലാൽ എന്ന് പറയുന്ന നടനെ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. കാരണം അത്രയും കൈവഴക്കത്തോടു കൂടിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് കഥാപാത്രങ്ങൾ ഈ ഇയ്യോബിൻ്റെ മക്കളായിട്ട് അഭിനയിച്ചിട്ടുള്ള ദിമിത്രി, ഐവാൻ എന്നിവർ നോക്കാം. ദിമിത്രി എന്ന് പറയുന്ന കഥാപാത്രം ഒരു എന്താണ്, സ്ത്രീകളോടൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുന്ന ഒരു കഥാപാത്രമാണ് ചെമ്പൻ വിനോദ് ദിമിത്രിയിലൂടെ അവതരിപ്പിക്കുന്നത്. അയാൾ ഒരു ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട ഒരു കഥാപാത്രത്തെ പോലെ അത്തരമൊരു കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അയാൾ ഈ ആദിവാസി സ്ത്രീകളെയൊക്കെ അവർ കുളിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ കുടിയേറ്റക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരൊക്കെ കുളിക്കുന്നതൊക്കെ ഒളിഞ്ഞിട്ട് ഒളിക്യാമറയിൽ, അല്ലെങ്കിൽ ഒളിക്യാമറയല്ല, ഒരു ബൈനോക്കുലറിലൂടെയൊക്കെ അയാൾ അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു സ്ത്രീകളെ വളരെ ഒരു ലൈംഗിക ഉപകരണമായി മാത്രം കാണുന്ന അത്തരത്തിൽ ഒരു എന്താ പറയുക, അത്തരത്തിലൊരു കഥാപാത്രമാണ് ദിമിത്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഐവാനിലേക്ക് വരുമ്പോൾ, ഐവാൻ ദസ്തവേസ്കിയുടെ കാരമസോവ് എന്ന് പറയുന്ന ആ ഒരു കാരമസോവ് സഹോദരന്മാരുടെ കഥ പറയുന്നുണ്ടല്ലോ. അതിൽ പറയുന്ന പോലെ ആരാണ് സ്വന്തം പിതാവിനെ കൊല്ലാൻ ആഗ്രഹിക്കാത്തത് എന്ന് ചിന്തിക്കുന്ന ഒരു അധികാരമോഹിയാണ് അയാൾ. ഐവാന് സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അയാൾക്കുള്ള ലൈംഗിക താല്പര്യങ്ങൾ, ഇതിനൊക്കെയും എന്താണ് മാനിക്കാത്ത പിതാവാണ് ഇയ്യോബ്. അപ്പോൾ ആ പിതാവിൻ്റെ മരണം അയാൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അധികാരപ്രമത്തതയും ഹിംസയും ഐവാനുണ്ട്. ഇനി അടുത്തൊരു കഥാപാത്രം നമ്മൾ റാഹേലിനെ കുറിച്ച്, ശക്തമായിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രമാണ് റാഹേൽ. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളും ഉണ്ട്. ലെന അവതരിപ്പിക്കുന്ന കഴലി, പിന്നെ ചെമ്പനായിട്ട് അവതരിപ്പിക്കുന്ന നമ്മുടെ വിനായകൻ. വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രമാണ് വിനായകൻ്റേത്. കാരണം അവൻ അലോഷിക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള ഒരു ദളിതൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി വിനായകൻ എന്ന് പറയുന്ന ചെമ്പൻ എന്ന കഥാപാത്രത്തിലൂടെ വിനായകൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയാണ് വിനായകൻ്റെ ചെമ്പൻ എന്ന് പറയുന്ന കഥാപാത്രം. ഇനി നമ്മൾ കഥാപാത്രങ്ങളുടെ ഒരു വിമർശനത്തിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു കഥാപാത്രങ്ങളുടെ പോസിറ്റീവ് വശങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു നെഗറ്റീവായിട്ടുള്ള വശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെയും വിമർശിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ലാല് കേന്ദ്രബിന്ദു ആണെങ്കിൽ പോലും, ചിത്രത്തിൻ്റെ കേന്ദ്രബിന്ദു ആണെങ്കിൽ പോലും പുതുതായൊന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രമായി മാറുന്നു. ഒരു സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രമായി പോയി എന്നാണ് കാണാവുന്നത്. അതുപോലെ തന്നെ ഫഹദ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്ത പോലെ, ഇത്തരത്തിൽ അഭിനേതാക്കളെല്ലാം ഒരു കഥാസന്ദർഭങ്ങളുടെ വെള്ളച്ചാട്ടത്തിൽ ഒഴുകിപ്പോയതുപോലെ തോന്നുന്നു. അപ്പോൾ ഇതിൽ മികച്ചതായിട്ട് നിൽക്കുന്ന പത്മപ്രിയയുടെ റാഹേലാണ്. അതുപോലെ തന്നെ ജയസൂര്യയുടെ അങ്കുർ റാവുത്തറും. ഇവർ രണ്ടുപേരുമാണ് മികച്ചതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ, മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്കുർ റാവുത്തറിൻ്റെയും റാഹേലിൻ്റെയും കഥയാണ് ഈ ഒരു ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് തോന്നും.
അപ്പം ഇതാണ് ഒരു വിമർശനമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പം നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും നോക്കിക്കഴിയുമ്പോൾ പോലും കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന റാഹേലും അതുപോലെ തന്നെ അങ്കുർ റാവുത്തറാണെന്നാണ് എടുത്ത് പറയേണ്ടത്. കാരണം അവർ മറ്റു കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റ് നടന്മാരെയും നടിമാരെയും അപേക്ഷിച്ച് ഏറ്റവും നന്നായിട്ട് ശക്തമായിട്ടുള്ള കഥാപാത്രമായി മാറിയിരിക്കുന്നത് ഇവർ രണ്ടുപേരുമാണെന്ന് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും. അത് ആ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇപ്പം നമ്മൾ കൂടുതലായിട്ടും പുരുഷ കഥാപാത്രങ്ങളെയാണ് എടുത്ത് പറഞ്ഞത്, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ. നമ്മൾ എപ്പോഴും അതെ, ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും പുരുഷ കഥാപാത്രങ്ങൾ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്ന, പിന്നെ സ്ത്രീ കഥാപാത്രങ്ങളെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന രീതിയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീ കഥാപാത്രങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന സിനിമാ ലോകത്ത് ചരക്കായും അടിമകളായും സ്ത്രീകളും കീഴാളരും ഒക്കെ മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ധാരണകളൊക്കെ പൊളിച്ചെഴുതുകയാണ്. എങ്ങനെയാണ് സ്ത്രീകൾ വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങളായി ഇവിടെ മാറുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് റാഹേൽ, അതിന് ഏറ്റവും മികച്ച ഉദാഹരണം റാഹേലാണ്. ലൈംഗികതയെ ആയുധമാക്കി മാറ്റുന്നതിൽ തന്നെ റാഹേലിൻ്റെ പകയുടെ ആഴമുണ്ട്. അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രതികാരത്തിൻ്റെ തിരിച്ചടികളാണ് അവളിലൂടെ കാണുന്നത്. അവളുടെ നോട്ടത്തിൽ ഒരു വശ്യതയുണ്ട്, അതിനുള്ളിൽ പ്രതികാരദാഹവുമുണ്ട്. നിശബ്ദമായിട്ടാണ് അവൾ ഇരിക്കുന്നത് എങ്കിൽ പോലും ആ സമയത്തൊക്കെ അനുഭവിച്ച ആ ഒരു ക്രൂരതകളിൽ നിന്നും അവളിങ്ങനെ ധൈര്യത്തെ ആവാഹിച്ചെടുക്കുകയായിരുന്നു. അവസാനം നിറതോക്ക് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് അവളെ ജീവിതത്തിൽ നിന്നും മോചനം നേടുന്നുണ്ട്. അപ്പോഴും അവളുടെ ചുണ്ടിൽ ഇനിയും തോൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു പെൺകുട്ടിയുടെ ചിരിയുണ്ട്, ഒരു പെണ്ണിൻ്റെ ചിരിയുണ്ട്. അതുപോലെ തന്നെ ദിമിത്രിയെ കൊന്ന ശേഷം ഐവാനുമായി അവൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതുവരെ അനുഭവിച്ച അവളുടെ അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കുമൊക്കെ അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫഹദിനെ വെച്ച് വിളമ്പുന്ന സമയത്തൊക്കെയും അവനെയും ഒരു വശ്യമായിട്ടുള്ള നോട്ടം അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പെരുമാറ്റം, ഒരു വശീകരണ പെരുമാറ്റം അവനെ അലോഷി എന്ന് പറയുന്ന കഥാപാത്രത്തോടും അവൾ അത്തരത്തിലുള്ളൊരു പെരുമാറ്റത്തോടെയാണ് അലോഷി എന്ന കഥാപാത്രത്തെയും നോക്കിക്കാണുന്നത്. ഇനി റാഹേൽ അധികം സംസാരിക്കുന്നില്ല, എന്നാൽ സംസാരിക്കുന്നിടത്തൊക്കെ തലയുയർത്തി നിൽക്കുന്നൊരു സ്ത്രീത്വമായിട്ട് അവൾ മാറുന്നുണ്ട്. എന്തിനാണ് വെറുതെ സമയം മെനക്കെടുത്തുന്നത് എന്ന് ഭർത്താവിനോട് അവൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീ ആരെയാ കൊന്നിട്ടുള്ളതെന്ന് ഐവാനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അവളുടെ ആ ഒരു ഗാംഭീര്യം, അവരോടുള്ള അറപ്പും പരിഹാസവും ഒക്കെയാണ് അവിടെ തെളിഞ്ഞു കാണുന്നത്. ഇയ്യോബ് പോലും അവളെ ഭയക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റാഹേലിൻ്റെ ആ ഒരു നോട്ടം എന്ന് പറയുന്നത് വളരെ തീജ്വാലയുടെ ഭംഗിയുള്ളൊരു നോട്ടമാണ്. അത് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അമൽ നീരദിൻ്റെ ഈ ഒരു ഒപ്പിയെടുക്കൽ, കഥാപാത്രത്തെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുന്ന ആ ഒരു രീതി ഹോളിവുഡിൻ്റെ ഭംഗി കൊണ്ടുവരുന്നുമുണ്ട്. ഇനി നമ്മൾ അടുത്ത ഒരു സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് അന്നാമ ദയയുടെ ഒരു ആൾരൂപമാണ്. വളരെ സ്നേഹം ദയവുമുള്ളൊരു സ്ത്രീ കഥാപാത്രം. കടലിയോട് പോലും സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു സ്ത്രീ കഥാപാത്രം. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞതാണ്. അടുത്ത ഒരു സ്ത്രീ കഥാപാത്രം കടലിയാണ്. കടലി എന്ന് പറയുന്ന അവളൊരു സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയാണ്, സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവൾ തൻ്റെ വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ആ ഒരു കുടിയിൽ നിന്നുമൊക്കെ അവൾ പുറത്താക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവൾ ഒറ്റയ്ക്കാണ് മൂന്നാറിലേക്കൊക്കെ വരുന്നത്. പിന്നീട് അവൾക്ക് ഇഷ്ടമുള്ള ജീവിതമാണ് അവൾ തിരഞ്ഞെടുക്കുന്നത്. തച്ചോയോടുകൂടി ബന്ധപ്പെടുന്നു. അതുപോലെ തന്നെ സായിപ്പ് അവളെ കൊണ്ടുപോകുമ്പോൾ അവൾക്ക് അതിലും സന്തോഷമാണ്. അപ്പം അവളുടെ സന്തോഷമാണ് അവളെപ്പോഴും തിരഞ്ഞെടുക്കുന്നത്. അപ്പം അത്തരത്തിലൊരു സ്വതന്ത്രയായിട്ടുള്ള സ്ത്രീയാണ് കഴലി. പിന്നീട് മാർത്ത എന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവളാണ്. അവൾ അലോഷിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ആ ഒരു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴലിയെ നന്നായി തന്നെ അവൾ പരിചരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പെൺകുട്ടിയാണ് മാർത്ത. ഇനി അവൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ദയയും കാരുണ്യവും ഒക്കെ സ്നേഹവും ഒക്കെ ഉള്ളൊരു കഥാപാത്രമാണ് മാർത്ത. ഇനി നമ്മൾ അടുത്തൊരു കഥാപാത്രം ചീരുവാണ്. പണിക്കാരികളുടെ മാനം കവരുന്ന യോബിൻ്റെ മക്കളുടെ അനീതിക്കെതിരെ പ്രഹരവും അവർക്ക് മുന്നിൽ പതറാത്ത ഒരു കീഴാള സ്ത്രീത്വത്തിൻ്റെ എതിർസ്വരവും അവളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി റോസമ്മ പൊന്നൂസ് രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായി ഈ ഒരു സിനിമയിൽ കടന്നു വരുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് എൻ്റേതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്
പോരാടുന്ന ഒരു സ്ത്രീയായിട്ട് അവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ സിനിമയിൽ മനോബലം കൊണ്ടും ആത്മധൈര്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ മനോബലവും ആത്മധൈര്യവുമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയാണ് സംവിധായകൻ അവതരിപ്പിക്കുന്നത് എന്ന് കാണാം. അപ്പോൾ സിനിമയുടെ കാഴ്ചകൾ അവരിലൂടെയും കൂടിയാണ് രൂപപ്പെടുന്നത്. അപ്പം ആൺസ്വത്വം മാത്രമല്ല ഇവിടെ ഉള്ളത്, അതിനപ്പുറത്തേക്ക് സ്ത്രീയുടെ സ്വത്വത്തെ വളരെ വ്യക്തമായി, അല്ലെങ്കിൽ മറ്റ് സിനിമകളിലൊന്നും അവതരിപ്പിക്കാത്ത രീതിയിൽ, മറ്റ് ന്യൂജൻ സിനിമകളിലൊന്നും അവതരിപ്പിക്കാത്ത രീതിയിൽ വളരെ ശക്തമായി സ്ത്രീകളുടെ ആ ഒരു പ്രതിരോധം, ഈ ഒരു അവരുടെ ആ ഒരു സ്വത്വമൊക്കെ ഇവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ സിനിമയുടെ മറ്റ് ചില പ്രത്യേകതകളിലേക്ക് കടന്നാൽ, ഒരു പീരിയഡ് സിനിമയുടെ ഒരു രീതി ഈ ഒരു സിനിമയ്ക്ക് കൈവരുന്നുണ്ട്. അപ്പോൾ കാലഘട്ട സിനിമ ഒരുക്കുമ്പോൾ ഡോക്യുമെൻ്ററി സ്വഭാവം കടന്നു വരാറുണ്ട്, പക്ഷേ ആ ഒരു സ്വഭാവം ഈ ഒരു സിനിമയ്ക്കില്ല. പക്ഷേ ഒരു പീരീഡിനെ പുനരാവിഷ്കരിക്കുമ്പോൾ നിരവധി പൂർവ്വ മാതൃകകൾ അവയിൽ ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നാടകീയതയിൽ അനുകരണവും നാടിനെ സ്പർശിക്കുന്ന കാര്യങ്ങളിൽ ഭാവനാശൂന്യതയും ഈ ഒരു സിനിമയിൽ പ്രകടമാകുന്നുണ്ട്. അത് നമുക്ക് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ പേരുകൾ മുതൽ അവരുടേതായിട്ടുള്ള ഭാവങ്ങളിലൊക്കെയും ഇത് കാണാം. പണ്ട് കണ്ട പലതും നിഴലിക്കുന്നുണ്ട്. വസ്ത്രധാരണത്തിലും മുഖങ്ങൾ ചമയിക്കുന്നതിലുമൊക്കെ ഇത് കാണും. പലപ്പോഴും കേരളത്തിൽ നടക്കാത്തൊരു കഥയായി തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടിമയായി വളർന്ന് കാര്യസ്ഥനായി മാറി പിന്നീടെല്ലാം തട്ടിയെടുക്കുന്ന ഇയ്യോബ് ചിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അപ്പോൾ ഇയാൾ പലപ്പോഴും ഒരു റഷ്യൻ പ്രഭുവിൻ്റെ സെറ്റപ്പിലാകുന്നുണ്ട്. അപ്പോൾ അത് സംവിധായകൻ കണ്ടുമറന്ന ഏതൊക്കെയോ മാതൃകകളുടെ ഓർമ്മയാലാവാം അങ്ങനെ ഒരു ചിത്രീകരണം അവിടെ നടത്തുന്നത്. അതുപോലെ നായകനായ അലോഷി ടോം സോയർ വായിക്കുന്നത് ഒന്നിലധികം തവണ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നീട് ഹക്കിൾബറി ഫിന്നിലേക്ക് കടക്കുന്നു. അപ്പം ഇതൊക്കെ ഒരു സിനിമയുടെ പ്രത്യേകതയാണ്. അതായത് നാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ഒരുപാട് പ്രത്യേകതകൾ നമുക്കിതിനകത്ത് കണ്ടുപിടിക്കാൻ. ഇപ്പം ഇതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിനിമയിൽ കാണുന്ന മറ്റൊരു കാര്യം, സാഹിത്യത്തിലേതായിട്ടുള്ള ചില സാഹിത്യത്തിൻ്റെയും, അതായത് അമൽ നീരദ് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ പ്രത്യേകിച്ചും ദസ്തയേവ്സ്കിയുടെ കാരമസോവ് സഹോദരന്മാരുടെ കഥ, അതൊക്കെയായിട്ട് ഈ ഒരു സിനിമയ്ക്ക് ബന്ധം കാണാനായിട്ട് സാധിക്കും. അത്തരത്തിൽ സാഹിത്യത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഒരു സ്വാധീനം ഈ ഒരു സിനിമയ്ക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ആഖ്യായിക എന്നുള്ള നിലയിലേക്ക് ഈ ഒരു സിനിമ മാറുന്നു. അതൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, മൂന്നാർ ദേവികുളം കേന്ദ്രമാക്കി ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കുടുംബകഥ പറയുന്നത് ആണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാവുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഹോളിവുഡിന് പ്രിയമായിട്ടുള്ള വിഷയങ്ങൾ, യുദ്ധത്തിന് പോകുന്നതും യുദ്ധത്തിൽ നിന്ന് മടങ്ങി വരുന്ന അയാൾ പുതിയൊരു മനുഷ്യനായ സമൂഹത്തിൽ ഇടപെടുന്നതും ഒക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് തേയില തൊഴിലാളികളുടെ ഏതാണ്ട് പൂർണ്ണമായ അസാന്നിധ്യം ഈ ഒരു സിനിമയിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകളുടെ ഇല്ലായ്മയ്ക്ക് തുല്യമായ സാന്നിധ്യവും. അതായത് ഇവരെയൊക്കെ പലയിടത്തായിട്ട് അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നാമമാത്രമാണ്. നായകൻ്റെ നന്മയുമായി ബന്ധപ്പെടുന്ന നിലയിലാണ് ഇവരെ കൂടുതലായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടലുകൾ അവസാനമാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. അതായത് അലോഷിയും മാർത്തയും ഒക്കെ, അതായത് അലോഷി അവരെ മാർത്തയൊക്കെ രക്ഷിക്കുന്ന സമയത്താണ് അവരുടെയൊക്കെ ആ ഒരു പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടും ശക്തമായി നാം കാണുന്നത്. മലനിരകളിൽ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇങ്ങനെ ആയുധങ്ങളുമായി നിരന്ന് നിൽക്കുന്നൊരു ദൃശ്യമൊക്കെ വരുന്നുണ്ട്. അല്ലാതെ ഒരു വിധത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവും തൊഴിലാളികൾക്കിടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. റെക്കോർഡുകൾ ഭദ്രമാക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ അവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് ഉപോത്ബലകമായൊരു തൊഴിലാളി സമരം പോലും ആ പ്രദേശത്ത് നടക്കുന്നതായിട്ട് അല്ലെങ്കിൽ നടന്നതായിട്ടൊരു സൂചന പോലും സിനിമയിൽ കാണുന്നില്ല. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അടിയന്തരാവസ്ഥയിൽ പിടിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരനാണ് എന്നതും ഈ പറയുന്ന ഒരു വലിയൊരു അപരാധമായിട്ട് നമുക്ക് കാണാവുന്നതാണ്.
അപ്പോൾ ചുരുക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫാബ് ഇന്ത്യയിലും മറ്റും നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഡിസൈനർ വസ്ത്രങ്ങൾ പോലെ ഈ ചിത്രം ഒരു ഡിസൈനർ പടപ്പാണ് എന്ന് കാണാം. എത്രയോ പൂർവ്വ മാതൃകകളുടെ തുണ്ടുകൾ ഈ ഒരു വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ചിരിക്കുന്നതായി കാണാം. പക്ഷേ അപ്പോഴും വസ്ത്രം ആകർഷകമാണ്. സങ്കരവർഗത്തിൽപ്പെട്ട മാർത്ത എന്ന പാതി വെള്ളക്കാരി പെൺകുട്ടി കാളകളെ കൊണ്ട് നിലം മുഴുവിപ്പിക്കുന്ന ആ ഒരു കൃത്രിമ ദൃശ്യമാണ് ഈ ചിത്രത്തിൻ്റെ പൊതു സ്വഭാവം. ആ ഒരു കൃത്രിമത്വം സിനിമയ്ക്കുണ്ട്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്നൊരു വാക്ക് പോലും ഈ ഒരു സിനിമയിൽ ഉച്ചരിക്കുന്നില്ല. എന്നാൽ സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ ആശയം സിനിമയിലേക്ക് കടന്നു വരുന്നുണ്ട്. പുന്നപ്ര വയലാറൊന്നും ബാധിക്കാത്ത കമ്മ്യൂണിസ്റ്റുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പക്ഷേ സർ CP-യുടെ സാന്നിധ്യം ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ചില ചരിത്രത്തിൻ്റേതായിട്ടുള്ള ചില ഏടുകൾ ഇവിടെ കടന്നു വരുന്നു. അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇയോബിൻ്റെ പുസ്തകം ഒരു ചരിത്ര വായനയായിട്ടും നമുക്ക് കാണാവുന്നതാണ്. അതായത് ഈ ഒരു സിനിമ ചരിത്ര സിനിമയല്ല എങ്കിൽ പോലും ചരിത്രകാലത്തെ പ്രണയവും പോരാട്ടവും പ്രതികാരവും പകയും കാമവും ഒക്കെ ആണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. എക്കാലവും ഇതെല്ലാം ഇത്തരത്തിലുള്ള മനുഷ്യവികാരങ്ങൾ എക്കാലവും തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് ഇയോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം ഇയോബിൻ്റെ പുസ്തകം ഇറങ്ങി 7 വർഷം കഴിഞ്ഞിട്ടും മൂന്നാറിൻ്റെ ആ ഒരു മനോഹാരിതയ്ക്ക് പിറകിൽ നൊമ്പരപ്പെടുത്തുന്ന ജീവിതങ്ങളുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സിനിമ ഉയർത്തിയ രാഷ്ട്രീയ സാമൂഹ്യ ചോദ്യങ്ങൾ ഇന്നും പ്രസക്തമായി തുടരുന്നുണ്ട്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ ഒരു പ്രസക്തി സിനിമയ്ക്കുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ആദ്യ ലക്ഷണമൊത്ത ന്യൂ ജനറേഷൻ രാഷ്ട്രീയ ചിത്രമായിട്ടും ഈ ഒരു സിനിമയെ അടയാളപ്പെടുത്താൻ സാധിക്കും. സമൂഹം വിട്ട് അച്ഛനും അമ്മയും പോലും ഇല്ലാത്ത ന്യൂജൻ സിനിമകൾക്കിടയിൽ മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടിയുള്ള കൃത്യമായ ജനപക്ഷ രാഷ്ട്രീയം പറഞ്ഞ് ഫലിപ്പിക്കാൻ അമൽ നീരദിന് കഴിയുന്നുണ്ട്. നാവടക്കൂ പണിയെടുക്കൂ എന്ന ആഹ്വാനം ഉയരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് നിന്ന് ചിത്രം തുടങ്ങുകയാണ്. നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സിനിമ വഴിപിഴച്ചപ്പൻ്റെയും മക്കളുടെയും കഥ ഗണേഷ് കുമാർ നായകനായ KG ജോർജിൻ്റെ ഇരകൾ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഇതിന് സാമ്യമുണ്ട്. പക്ഷേ ഈ ഒരു ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നത് അതുയർത്തുന്ന ശക്തമായ രാഷ്ട്രീയ സൂചനകളുള്ള ആന്തരിക ഘടന തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം, പുട്ടിനെ കമ്പം തൂറി എന്ന് ആ കടക്കാരൻ വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിരിയാണി എന്ന് പറയുന്ന ഒരു പുതിയ ഭക്ഷ്യവസ്തുവെ പരിചയപ്പെടുത്തുന്നുണ്ട് അങ്കുർ റാവുത്തർ. അതുപോലെ തോക്കിന് പകരം അണുബോംബിടാമെന്ന് പറയുന്ന ഒരു സന്ദർഭം. അപ്പോൾ കേരളത്തിൽ ഇത്തരം വികാസ പരിണാമങ്ങൾ കടന്നു വരുന്നതിനെയൊക്കെ ഈ ഒരു സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവികുളത്ത് നിന്ന് ജയിച്ച ഐക്യ കേരളത്തിലെ ആദ്യ നിയമസഭയിൽ അംഗമായ റോസമ്മ പുന്നൂസും ഭർത്താവ് PT പുന്നൂസും കഥാപാത്രങ്ങളായി കടന്നു വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നേവി കലാപത്തിൽ പങ്കെടുത്ത് അത് കളഞ്ഞിട്ട്, അതായത് കലാപത്തിൽ പങ്കെടുക്കുന്നതോടുകൂടി ആ ജോലി ഉപേക്ഷിച്ച് പിന്നീട് അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടുന്നുണ്ട്. അങ്ങനെ PJ ആൻ്റണി അലോഷിയോടൊപ്പം നാട്ടിലേക്ക് വരുന്നത്. എങ്കിൽ പോലും അവർ സഖാക്കളാണ് എന്നുള്ള രീതിയിലാണ് അവർ സഖാക്കളാണ്. പക്ഷേ എങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടിയിൽ അണിനിരക്കാനോ വസ്തുതാപരമായിട്ടുള്ള പിശകുകളോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തൊന്നും നമുക്ക്, അതായത് രാഷ്ട്രീയ പാർട്ടിയിൽ അണിനിരക്കാനുള്ള ആഹ്വാനമൊന്നും ഈ ഒരു സിനിമയിലൂടെ നൽകുന്നില്ല. അതുപോലെ തന്നെ വസ്തുതാപരമായിട്ടുള്ള പിശകുകളൊന്നും ഈ ഒരു സന്ദർഭങ്ങളിലൊന്നും കാണുന്നുമില്ല. അതുപോലെ തന്നെ കീടനാശിനികളായിട്ട് തോട്ടങ്ങളിൽ കുട്ടികൾ ഉപയോഗിക്കുന്നതൊക്കെ നാം കാണുന്നുണ്ട്. കുടികിടപ്പ് ചോദിച്ചതിന് അവരെ ആ വീട് തീ വെച്ച് നശിപ്പിക്കുന്നത് കാണുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുമെന്ന് മുൻപേ കണ്ട് തിരഞ്ഞെടുപ്പിന് ഫണ്ട് കണ്ടെത്താനായിട്ട് കഞ്ചാവ് കൃഷി നടത്തുന്ന നേതാക്കൾ തൊട്ട് അത്തരത്തിലുള്ള അഴിമതിക്കാരായിട്ടുള്ള നേതാക്കളെ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ദേശസ്നേഹം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ പോലും സിനിമ പൊളിച്ചെഴുതുകയാണ്. മതപരിവർത്തനം, മദ്യക്കുപ്പിക്ക് മുന്നിൽ പാവങ്ങളെ മറക്കുന്ന കത്തനാരെ കാണാനായിട്ട് സാധിക്കുന്നു. 1-2 ലോകമഹായുദ്ധങ്ങളും ഹിറ്റ്ലർ, അടിയന്തരാവസ്ഥ, നേവി കലാപം, ഇതിലൂടെയൊക്കെ സിനിമ കടന്നു പോകുന്നു. ഇത്തരം ചരിത്ര സംഭവങ്ങളിലൂടെ സിനിമ കടന്നു പോകുന്നു. അപ്പോൾ ഒരു ചരിത്രാഖ്യായിക പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരും ഈ ഒരു സിനിമയിലൂടെ കടന്നു പോകുന്നു എന്നതാണ് പ്രത്യേകത.
അപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. ഇനി നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ശ്യാം പുഷ്കരൻ പറയുന്ന കാര്യം, ശ്യാം പുഷ്കരനാണ് ഈ ഒരു സിനിമയുടെ സംഭാഷണത്തിൽ പങ്കാളിയായിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് 1946 കാലഘട്ടത്തിലെ ഒരു ചിത്രമാണ്. അപ്പോൾ 1946 എന്ന കാലഘട്ടത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു ചിത്രമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമാണ്. പിന്നീടാണ് ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് നിയമങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു കാലത്ത് മണ്ണ് പിടിച്ചടക്കുക എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ദാഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആഗ്രഹം ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മണ്ണിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ചരിത്ര സിനിമയല്ല ഇത്, പക്ഷേ അക്കാലത്തിൽ നിലവിലിരുന്ന ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും സിനിമയിൽ എന്തായാലും എടുത്ത് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെയും പറഞ്ഞു വെക്കുന്നത് എന്നതിനേക്കാൾ ഉപരി അതൊരു ചരിത്ര സിനിമയല്ല എന്നും അദ്ദേഹം പറയുന്നു. മറ്റൊന്ന്, ഇത് പ്രധാനമായിട്ടും, അതായത് മൊത്തത്തിൽ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വാണിജ്യപരമായിട്ടുള്ള സിനിമ തന്നെയാണ്, ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം എന്തൊക്കെ തന്നെയായാലും നമ്മൾ ഈ ഒരു സിനിമയെ പല രീതിയിൽ വ്യാഖ്യാനിച്ചാൽ പോലും നമ്മൾ മൊത്തത്തിൽ ഈ ഒരു സിനിമയെ നോക്കി കാണുമ്പോൾ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തോട് നീതി പുലർത്തുന്നൊരു സിനിമയായിട്ട് നമുക്കിതിനെ കാണാം. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ പക, വെട്ടിപ്പിടിക്കൽ ഒക്കെ കേന്ദ്രമാക്കുന്നൊരു സിനിമ. മനുഷ്യവികാരങ്ങളുടെ തീഷ്ണതയാണ് കൃത്യമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. അത്തരത്തിൽ ആക്ഷൻ, ത്രില്ലർ, റൊമാൻറ്റിക് മൂവിയായിട്ട് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൃശ്യഭംഗിയുടെ തേരേറി പോകുന്ന ഈ ഒരു സിനിമ ആസ്വാദകർക്കെന്നും പ്രിയങ്കരമായി തന്നെ ആസ്വാദകരുടെ മനസ്സിലെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം.